കുട്ടികളുടെ കഥകൾ മാസികകളും പ്രസിദ്ധീകരണങ്ങളും നമ്മുടെ മുമ്പിൽ വരച്ചു തരുമ്പോ ലോകത്തുള്ള മാതാപിതാക്കളുടെ കണ്ണുനീരിലൂടെ കടം തല്ലി ആത്തൊടുക്കുന്ന കണ്ണുനീരുകൾക്ക് യാതൊരുവിധ തോതുമില്ല. വളർത്തിക്കൊണ്ടുവരുന്ന മക്കൾ കൗമാരത്തിലെ വഴിതെറ്റിപ്പോകുന്ന, പണ്ടൊക്കെ നമ്മൾ വഴിതെറ്റുന്ന യുവത്വം എന്ന് പറയുമായിരുന്നു. 20-25 വയസ്സാകുമ്പോഴാണ് ബീഡി പോലും വലിക്കാൻ മടിയായിരുന്നു. പണ്ട് ആർക്കെങ്കിലും, നമ്മളൊക്കെ വളർന്നു വരുന്ന കാലം, മാതാപിതാക്കളുടെ മുമ്പിൽ പെണ്ണ് കെട്ടിയിട്ട് 2 മക്കളാണെങ്കിലും വാപ്പയുടെ മുമ്പിൽ വെച്ചിട്ട് ബീഡി വലിക്കാൻ മക്കൾ തയ്യാറാവില്ല. മക്കൾ മാറി എവിടെയെങ്കിലും പോയിട്ടാണ് ബീഡി വലിക്കുന്നത്, ഇല്ലേ? ആണ്. നമ്മളൊക്കെ ഇന്നും വാപ്പയുടെ മുമ്പിൽ വെച്ചിട്ട് ബീഡി വലിക്കാൻ പറ്റുമോ? ഇത് 10 വയസ്സാകുമ്പോ തന്നെ ബീഡി വലിച്ചിട്ട് പുക ഊതന വാപ്പയുടെ മുഖത്തോട്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെയേറെ കാഴ്ചകളുടെയും കണക്കുകളുടെയും നടുവിൽ ഈ കൗമാരം ഇങ്ങനെ പോയാൽ എവിടെ എത്തി നിൽക്കുമെന്ന് നമുക്കറിയില്ല. ഈ കൗമാരത്തിൽ കുട്ടികൾ കൗമാരത്തിലെ സെക്സിന്റെ അടിമകളായി മാറുന്നു, മദ്യത്തിന്റെ അടിമകളായി മാറുന്നു, ലഹരിയുടെ അടിമകളായി മാറുന്നു. എവിടെയാണ് നമുക്ക് കാലുകൾ തളർന്നു പോയത്? എവിടെയാണ് നമുക്ക് താളം പിടച്ചു പോയത്? എന്റെയും നിങ്ങളുടെയും മക്കൾ വളരേണ്ടത് ഇതേ സാഹചര്യത്തിൽ തന്നെയാണ്. 13 വയസ്സിൽ ലോകത്തിലെ നൊട്ടോറിയസ് ക്രിമിനലുകൾ പോലും ചെയ്യാൻ മടിക്കുന്നത് കൗമാരപ്രായക്കാരായ കുട്ടികൾ നടക്കുന്നു, കുട്ടികൾ ചെയ്യുന്നു. എന്താണ് സഹോദരങ്ങളെ കുട്ടികൾ ചെയ്യുന്നത്? തൃശൂർ ജില്ലയിലെ ചന്ദ്രാപിന്നയിൽ വൈകുന്നേരം സ്കൂൾ വിട്ടിട്ട് തിരിച്ചു വന്ന 7 വയസ്സുകാരി പഞ്ചസാര വാങ്ങിക്കാൻ കടയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ 7 വയസ്സുകാരിയെ TV കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് വീട്ടിലോട്ട് കൊണ്ടുപോയി അവളെ കടന്നു പിടിച്ച് മാനഭംഗം ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഇടയിൽ നിലവിളിച്ച പെൺകുട്ടിയുടെ വായും മൂക്കും പൊത്തിപ്പിടിച്ച് ശ്വാസം നഷ്ടപ്പെട്ട 7 വയസ്സുള്ള 7 വയസ്സുള്ള ബാലിക പിടഞ്ഞു മരിക്കുമ്പോ തന്റെ വീടിന്റെ ഉള്ളിൽ പിടഞ്ഞു മരിച്ച ആ ബാലികയെ അടുക്കളയിൽ പോയി മൂർച്ചയുള്ള കത്തിയെടുത്ത് കൊണ്ടുവന്ന് മരിച്ചു കിടക്കുന്ന കളിക്കൂട്ടുകാരിയെ, ഏത് കളിക്കൂട്ടുകാരി? ഇന്നലെ വരെ തന്റെ കൂടെ കണ്ണഞ്ചിരട്ടയിൽ മണ്ണപ്പം ചുട്ട് കളിച്ച കളിക്കൂട്ടുകാരിയുടെ കയ്യും കാലും വെട്ടിയെരിഞ്ഞ് അത് പ്ലാസ്റ്റിക് ചാക്കിലാക്കിയതിന്റെ മുകൾ ഭാഗം കൂട്ടിക്കെട്ടി വീടിന്റെ പുറകു ഭാഗത്ത് കൊണ്ടുപോയി സ്വയം കുടിയെടുത്ത് കുടിച്ചിട്ട് അതിന്റെ മുകളിൽ മണ്ണിട്ട് മൂടിയെന്ന് പോരാ, അതിന്റെ മുകളിൽ വാടയെന്നിട്ടിട്ട് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ 3 ദിവസം കേസന്വേഷണത്തിന് വന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ പുറകെ നടന്ന് 3ാമത്തെ ദിവസം പോലീസ് ഉദ്യോഗസ്ഥർ പ്രതി അറസ്റ്റ് ചെയ്തുകൊണ്ട് തൃശൂർ പ്രസ് ക്ലബിൽ കൊണ്ടുപോയി ഹാജരാക്കുമ്പോ സാംസ്കാരിക കേരളം ലജ്ജിച്ച് തലതാഴ്ത്തിപ്പോയി. പ്രതിയാരാണ്? 13 വയസ്സുള്ള മുഹമ്മദ് കോയ. ഈ ദൂരമായ കൃത്യം ചെയ്തതാരാ? നാട്ടിലെ നൊട്ടോറിയസ് ക്രിമിനൽ അല്ല, അവിടുത്തെ വാടക ഗുണ്ടകളല്ല, കൊട്ടേഷൻ സംഘങ്ങളല്ല. 7 വയസ്സുള്ള പെൺകുട്ടിയെ മാനഭംഗം ചെയ്യാൻ കടന്നു പിടിച്ചിട്ട് വലിച്ചെറിഞ്ഞ് കൊന്നുകളഞ്ഞത് 13 വയസ്സ് പോലുമില്ലാത്ത ഒരു കുട്ടിയാണ്. കേസന്വേഷിച്ച DIGP സന്ധ്യ അന്ന് പത്രലേഖകർ ചോദിച്ചു, 13 വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ? അവര് പറഞ്ഞ വാക്ക്, ഈ കുട്ടി ജനിച്ചു വളർന്ന സാഹചര്യമാണ് ഇവനെ ഏറ്റവും വലിയ ക്രിമിനലാക്കി മാറ്റിയത്. ഏതാ സഹോദരങ്ങളെ ആ കുഞ്ഞ് ജനിച്ചു വളർന്ന സാഹചര്യം? ആരെയാണ് നാം കുറ്റപ്പെടുത്തേണ്ടത്? ആർക്കെതിരെയാണ് വിരൽ ചൂണ്ടത്? വഴിതെറ്റുന്ന കുഞ്ഞിന് നേരെ വിരൽ ചൂണ്ടണോ? അവനെ വളർത്തിയ മാതാപിതാക്കൾക്ക് നേരെ വിരൽ ചൂണ്ടണോ? എവിടെയാണ് വിരൽ ചൂണ്ടേണ്ടത്? നമ്മൾ ചൂണ്ടുന്നത് അവര് തലതിരിഞ്ഞു പോയി എന്നായിരിക്കും. അവൻ ജനിച്ചു വളർന്ന സാഹചര്യം, അവന്റെ പിതാവ് സ്ഥിരം മദ്യപാനി, അവന്റെ മാതാവോ ആ നാട്ടിലെ ഏറ്റവും അറിയപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ. ഇത് രണ്ടും കണ്ടു വളർന്ന കുട്ടി ആ നാട്ടിലെ ഏറ്റവും വലിയ ക്രിമിനലായി മാറി. ആരെയാണ് പഠിച്ചാരേണ്ടത്? ആരെയാണ് പഠിച്ചാരേണ്ടത്? അകലെയൊന്നും പോകണ്ട. ആറ്റിങ്ങൽ നഗരത്തിലെ 7, 8, 9, 10 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കളുടെ പരാതി പ്രകാരം പ്രധാന അധ്യാപകർ ആറ്റിങ്ങൽ നഗരത്തിലെ ഏറ്റവും പ്രധാനമായ എയ്ഡഡ് സ്കൂൾ പോയി റെയ്ഡ് ചെയ്തു നോക്കിയപ്പോൾ പഠിക്കാൻ വേണ്ടി വന്ന കുട്ടികളുടെ 13, 14, 15 വയസ്സുള്ള കുട്ടികളുടെ സ്കൂൾ ബാഗിൽ നിന്ന് കിട്ടിയത് കണക്ക് പുസ്തകമല്ല, സയൻസിന്റെ പുസ്തകമല്ല, രസതന്ത്രത്തിന്റെ ഫോർമുലയല്ല, രാസലീലകളുടെ ഫോർമുലകൾ അടങ്ങുന്ന 70ഓളം നീലചിത്രങ്ങളുടെ സീഡികളാണ് ആറ്റിങ്ങൽ നഗരത്തിലെ പ്രശസ്തമായ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ബാഗിൽ നിന്ന് തെരഞ്ഞെടുത്തതെങ്കിൽ കൊല്ലം നഗരത്തിലെ പ്രധാനപ്പെട്ട സ്കൂളിലെ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി കൊല്ലം ജില്ലാ കളക്ടർക്ക് കത്തെഴുതി, സാർ അടിയന്തരമായിട്ട് എന്റെ സ്കൂളിൽ നിന്ന് ഇടപെടണം, എന്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ 10 മിനിറ്റ് ഇന്റർവെല്ലിന് വേണ്ടി വെളിയിൽ പോയിട്ട് അവർ തിരിച്ചു വരുമ്പോ ബോധം നഷ്ടപ്പെട്ട് ലഹരി മരുന്നിന്റെ അടിമകളായിട്ടാണ് എന്റെ കൂട്ടുകാർ കയറി വരുന്നത്. എന്റെ കൂട്ടുകാർക്ക് ലഹരി മരുന്നുകൾ വിതരണം ചെയ്യുന്ന ലോബി സ്കൂളിന്റെ വളപ്പിന്റെ ഉള്ളിൽ മുഴുവനും പ്രവർത്തിക്കുകയാണ്. അധ്യാപകർ അതിന് കൂട്ടുനിൽക്കുന്നു എന്ന് എഴുതേണ്ടി വന്നത് കൊല്ലം നഗരത്തിലെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ജില്ലാ കളക്ടർക്ക് കത്തെടുക്കേണ്ട അവസ്ഥയിൽ നമ്മുടെ കൗമാരം വഴിതെറ്റിപ്പോയിരിക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ +1 വിദ്യാർത്ഥികളായ 3 വിദ്യാർത്ഥികൾ ക്ലാസ് മുറിയിൽ ആത്മഹത്യ ചെയ്തു. 6 മാസം തികഞ്ഞില്ലല്ലോ. ആരാണ് ആത്മഹത്യ ചെയ്തത്?
+1 പഠിക്കുന്ന 3 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ ക്രൈംബ്രാഞ്ച് കേസേറ്റെടുത്ത് കഴിഞ്ഞ് അന്വേഷണം ചെല്ലുമ്പോൾ അന്വേഷണത്തിന്റെ വിരൽ ചൂണ്ടുന്നത് എവിടേക്കാണ്? കൂടെ പഠിക്കുന്ന ആൺകുട്ടികൾ 3 ആൺകുട്ടികളെ അറസ്റ്റ് ചെയ്തു. 16 വയസ്സ് പോലും എത്താത്ത ആൺകുട്ടികളെ. കാരണമെന്താ? 8ാം ക്ലാസ് മുതൽ ഈ 3 പെൺകുട്ടികളും ഈ 3 ആൺകുട്ടികളുമായി പരസ്പര സമ്മതത്തോടെയുള്ള ശാരീരിക ബന്ധമുണ്ട്. അത് അതിരുവിട്ട് നാട്ടിൽ അറിയുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ 3 പെൺകുട്ടികൾ അവർ പഠിക്കാൻ വേണ്ടി പോകുന്ന ബെഞ്ചിൽ തലവെച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ പറയുന്ന വാർത്തകൾ ഇതൊക്കെ നടന്നത് സാൻ ഫ്രാൻസിസ്കോയിലല്ല, ഇത് നടന്നത് നാഗസാക്കിയിലല്ല, കൊളംബോയിലല്ല, ന്യൂയോർക്കിലെ കഥയൊന്നുമല്ല ഈ പറയുന്നത്, മിസിസിപ്പിയിലെ കഥയൊന്നുമല്ല. നാം ജീവിച്ചിരിക്കുന്ന കേരളത്തിന്റെ നടുമുറ്റത്ത് നടക്കുന്ന കഥകളാണ് ഈ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ താമസിക്കുന്ന അഞ്ചലിനടുത്ത് ഏറത്ത് 3 പെൺകുട്ടികൾ ചുരിദാറിന്റെ ഷാളിൽ 110 kV ലൈനിൽ ആത്മഹത്യ ചെയ്തു. കാടിന്റെ നടുവിൽ പാവപ്പെട്ട കൂലിപ്പണിക്കാരനായ പിതാവ് നടത്തിയ 3 പെൺകുട്ടികൾ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, 3 സഹോദരിമാർ, ജ്യേഷ്ഠ സഹോദരിമാർ 110 kV ലൈനിൽ കഴുത്തിൽ കിടന്ന ചുരിദാറിന്റെ ഷാളിൽ കെട്ടിത്തൂക്കി ആത്മഹത്യ ചെയ്തു. എന്താണ് കാരണം? സ്കൂളിലോട്ട് പോകുന്ന വഴിയിൽ നാട്ടിലെ ഓട്ടോ റിക്ഷക്കാരുമായിട്ടുള്ള അവിഹിതമായ ബന്ധങ്ങൾ. നമ്മുടെ കുട്ടികൾ വഴിതെറ്റുകയാണ്, നമ്മുടെ കൗമാരം വഴിതെറ്റുകയാണ്. ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ എന്റെയും നിങ്ങളുടെയും മക്കൾ പോലും എത്തി നിൽക്കുന്നത് ഞാൻ ഈ പറയുന്നത് പറയാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ. സാമൂഹികമായ ദുരാചാരത്തിന്റെ അധപതനത്തിന്റെ അധമത്തിലേക്ക് ലോടുവനും കൂപ്പുകുത്തുകയാണ്. മാതാവുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന മതകണ്ഠ കാലം, മകളുമായി പരസ്പര ബന്ധത്തിലേർപ്പെടുന്ന പിതാവിന്റെ കാലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും വലിയ വീടിന്റെ ഉള്ളിൽ പോലും ദൈവികമായ വ്യവസ്ഥിതികളെ പോലും തകിടം മറിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ ഉള്ളിൽ പോലും മാതാവിന്റെയും പുത്രിയുടെയും പിതാവിന്റെയും പുത്രിയുടെയും മാതാവിന്റെയും പുത്രന്റെയും ഇടയിലുള്ള മാനവികമായ പരിഹാരമായ ബന്ധത്തെ പോലും തകർക്കപ്പെടുന്നു. മാതാപിതാ ഗുരു ദൈവം, മാതാവ് പിതാവിനെ കാട്ടിത്തരും, പിതാവ് ഗുരുവിനെ കാട്ടിത്തരും, ഗുരു ദൈവത്തെ കാണിച്ചു തരുമെന്നാണ് ഈ ആപ്തവാക്യത്തിന്റെ അർത്ഥം. ഇന്ന് മാതാവ് കാണിച്ചു കൊടുക്കുന്നത് പിതാവിനെയല്ല, പിതാവ് കാണിച്ചു കൊടുക്കുന്നത് ഗുരുവിനെയല്ല, ഗുരു കാണിച്ചു കൊടുക്കുന്നത് ദൈവത്തെയുമല്ല. എല്ലാം ലൈംഗികതയുടെ കെട്ടുപാടുകൾക്കുള്ളിൽ 13 വയസ്സുള്ള വിദ്യാർത്ഥിനികൾ പോലും എറണാകുളത്തെ മഹാരാജാസ് കോളേജിൽ പോലും എത്ര വിദ്യാർത്ഥിനികളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനോട് അല്പം കൂടി എന്നേക്കാൾ കൂടുതൽ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ കാണുന്നവരാണ് നിങ്ങൾ. ഞാനിത് പറഞ്ഞത് ഈ വിഷയത്തിന്റെ സാമൂഹികമായ കാലികമായ പ്രസക്തി നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. നാം ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾ, ആ കുട്ടികളെ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് സ്കൂളിലോട്ട് പറഞ്ഞു വിടാൻ പറ്റുമോ? അവരെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പഠന കലാലയങ്ങളിലേക്ക് പറഞ്ഞു വിടാൻ കഴിയുമോ? ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ തന്റെ മുമ്പിൽ പഠിക്കാൻ വേണ്ടി വന്ന 31 ബാലികമാരുമായിട്ടാണ് ഗുരുനാഥൻ ലൈംഗികമായ ബന്ധത്തിലേർപ്പെട്ട് ആ ദൃശ്യ കാഴ്ചകൾ ഇന്റർനെറ്റിലേക്ക് പാസ് ചെയ്തു വിട്ടത്. നമ്മുടെ കുട്ടികളെ എവിടെ വിട്ടിട്ടാണ് ധർമ്മം പഠിപ്പിക്കുന്നത്? നമ്മുടെ കുട്ടികളുടെ ഏറ്റവും വലിയ കലാലയം ഏതാണ്? സ്കൂളിൽ പോയിട്ടാണോ അവർ നല്ലത് പഠിക്കേണ്ടത്? മദ്രസയിൽ പോയിട്ടാണോ അവർ നല്ലത് പഠിക്കേണ്ടത്? നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ ആ മക്കളുടെ ഏറ്റവും നല്ല സ്കൂൾ മുറ്റം നമ്മുടെ വീടിന്റെ മുറ്റമാകണം. ആ കുട്ടികളുടെ ഏറ്റവും വലിയ മദ്രസ നമ്മുടെ വീടിന്റെ ഉള്ളിലെ മദ്രസയാകണം. ആ കുട്ടിയുടെ ഏറ്റവും വലിയ അധ്യാപകൻ സ്വന്തം പിതാവായി മാറണം. ആ കുട്ടിയുടെ ഏറ്റവും നല്ല അധ്യാപിക സ്വന്തം ഉമ്മയായി മാറണം. അത് മാറാത്തിടത്തോളം കാലം ഞാൻ നിങ്ങളും ഭാവിയുടെ പ്രതീക്ഷയായി വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ മക്കൾ നാളെ നമുക്ക് തീരാ ദുഃഖമാണ് സമ്മാനിക്കുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു ഞങ്ങൾ ഏവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെ വഴിതെറ്റി പോകുന്നത്? 13 വയസ്സുള്ള കുട്ടിയുടെ മനസ്സിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ലൈംഗികതയുടെ ചിന്ത കടന്നു വന്നത്? നാം എല്ലാവരും ഇത്രത്തോളം സ്നേഹിക്കുന്ന നമ്മുടെ മക്കളെ അള്ളാഹു നല്ല വഴിയിലാക്കി തരട്ടെ. ലോകത്തെവിടെ നോക്കിയാലും പുത്രസ്നേഹത്തിന്റെ 1000 ശേഷിപ്പുകൾ നാം കാണുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ ശബ്ദം കേൾക്കാനെത്തിയ എന്റെ പ്രിയപ്പെട്ട യുവാക്കള് ധാരാളമുള്ള ഈ സദസ്സിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ മക്കൾ നല്ലവരായി വളരണമെങ്കിൽ ആ ചിന്ത നമുക്കെപ്പോഴുണ്ടാകും. എപ്പോഴാ ഉണ്ടാകണ്ടേ? നമുക്ക് സാധാരണ അള്ളാഹുവേ എന്റെ മകൻ നന്നാവണമെന്ന് തോന്നണം എപ്പോഴാ? 10-20 വയസ്സായി, അവൻ ഒരു ഉച്ചയായപ്പോ സന്ധ്യയായപ്പോ 2 കോട്ടറൊക്കെ അടിച്ച് പയ്യെ 2 കാലി വന്ന് ഇങ്ങനെ ആടി വന്നിട്ട് ഉമ്മാന്ന് വിളിച്ചപ്പോഴാണ് മാ കൂടുതൽ ഉമ്മാക്ക്. നമ്മുടെ മകൻ വഴിതെറ്റിപ്പോയി, നമ്മൾ ഇവൻ ഒരു 8 കോട്ടറൊക്കെ അടിച്ച് പയ്യെ വന്ന് ഉമ്മാന്ന് വിളിച്ചപ്പോ പതിവില്ലാത്ത പോലെ ഉമ്മാക്കൊരു 3-4 മാ കൂടുതൽ. അങ്ങനെ എന്നാ പടച്ചവനെ, ഇവൻ ഇങ്ങനെ ആയി പോയല്ലോ അള്ളാഹു, ഇവൻ വഴിതെറ്റിപ്പോയല്ലോ പടച്ചവനെ, ഇനിയിപ്പോ ഇവൻ എങ്ങനെ നന്നാക്കും? ഏതായാലും കബീർ മുസ്ലിയാർ കണ്ടംകുളത്തിട്ട് എന്തോ കണ്ടംകുഴിയാ
കണ്ടംകുളത്തിൽ ഏഹിയല്ലോ. ആ കണ്ടംകുളത്ത് വാതിന് വരുന്നുണ്ട്. ഉസ്താദെ ഒരു 100 രൂപ എന്റെ മോനൊന്ന് നന്നാവാൻ വേണ്ടി ദുആ ചെയ്യണം. നമുക്ക് ഏറ്റവും അവസാനം മക്കളെ കുറിച്ച് ചിന്ത വരുന്നത് എപ്പോഴാ? അവരെല്ലാവരും ലോകത്ത് അവരുടെ വഴിതെറ്റി മാറുമ്പോ ഇനി ഇവൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുന്നവർ അല്ല സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് കേൾക്കുക. നിന്റെ മക്കൾ നല്ലവരായി വളരണമെങ്കിൽ അവർ ദുസ്വഭാവികളാകാതെ നീ ആഗ്രഹിച്ചതുപോലെ വരണമെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് കേൾക്കുക. അള്ളാഹു പറയുന്നു ഹുവല്ലദീ ഖലഖലകും മിൻ നഫ്സിൻ വാഹിദ വജഅല മിൻഹാ സൗജഹാ ലിയസ്കുന ഇലൈഹാ. അല്ലാഹു പറയുകയാണ് മക്കളെ കുറിച്ച്. എന്റെ ശബ്ദം കേൾക്കാനെത്തിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഓരോ മാതാപിതാക്കളോടും നാളെ ഭാവിയുടെ പ്രതീക്ഷയായി മക്കളെ വളർത്തുന്ന, നാളെ ജീവിതത്തിന്റെ സായാഹ്ന ഘട്ടത്തിലെ മക്കളെ കൈപിടിച്ച് നടക്കാമെന്ന് ആഗ്രഹിക്കുന്ന എന്റെ ഓരോ മാതാപിതാക്കളും അങ്ങനെയാണ് മക്കളെ വളർത്തുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സന്താനങ്ങൾ വളരേണ്ട സാഹചര്യം എന്താ? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മക്കളെ വളർത്തേണ്ട കാര്യം പറയുമ്പോ അള്ളാഹു ആദ്യം പറയുന്നത് എന്താണെന്നറിയുമോ? ഹുവല്ലദീ, അള്ളാഹു ആണെന്ന് നിങ്ങൾക്കറിയുമോ? ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, അള്ളാഹുവാണ് ഒരൊറ്റ ശരീരത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത്. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചത്. അള്ളാഹു ഒരു മനുഷ്യന്റെ തുടക്കം മുതൽ ഖുർആന്റെ ഒറ്റായത്തിൽ പറയുകയാ, ഒരു മാതാവിന്റെയും ഒരു പിതാവിന്റെയും മകനായിട്ട് നീ ഭൂലോകത്ത് വന്നതാ. അവിടെ നിന്ന് നീ നേരെ ജീവിതം തുടങ്ങുമ്പോ അള്ളാഹു പറയുന്നു നീ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. നിന്റെ ബാല്യം കഴിഞ്ഞു, കൗമാരം കഴിഞ്ഞ് നിന്റെ യുവത്വം എത്തുമ്പോ അള്ളാഹു പറയുന്നു മോനെ നീ ഒറ്റയ്ക്ക് ജീവിച്ചാൽ പോരാ, ഈ ജീവിതത്തിൽ നീ ഒറ്റയ്ക്ക് നടന്നാൽ പോരാ. അള്ള പറയുന്നു ഓരോ പുരുഷനും ഒരു ഇണയുണ്ടാകണം, ഓരോ പെണ്ണിനും ഒരു തുണയുണ്ടാകണം. അല്ല പറയുന്നു വജഅല മിൻഹാ സൗദഹാ വജഅല മിൻഹാ സൗദഹാ. അല്ല പറയുകയാണ് ഓ മനുഷ്യ, നിനക്ക് ഞാൻ വിവാഹത്തിന് വേണ്ടി ഒരു ഇണയെയും തെരഞ്ഞെടുത്തു തരികയാ. എന്റെ ശബ്ദം സേവിക്കാൻ ഇവിടെ തടിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ആരുടെയെങ്കിലും മക്കളുടെ ദുസ്വഭാവം കാരണത്താൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ? ആരുടെയെങ്കിലും മനസ്സിലെ മക്കളെ ഏറ്റവും വലിയ കണ്ണീരായി പടർന്നു കയറുന്നുവോ? ആ സമയത്ത് നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ നിക്കാഹ് എവിടെ വെച്ചാണ് നടന്നത്? നിങ്ങളുടെ വിവാഹം എവിടെ വെച്ചാണ് നടന്നത്? ഓ വിവാഹം നടന്ന സ്ഥലമെന്നോർത്ത് നോക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ വാക്കുകളാണ്. ഈ മനുഷ്യനെ സൃഷ്ടിച്ച അവനെ ജീവിതത്തിന്റെ സന്മാർഗത്തിന്റെ പാന്താവ് തുറന്നു തന്ന് അള്ളാഹു അടുത്തതായി മക്കളെ പറയുന്നതിന് മുമ്പ് അള്ളാഹു ആദ്യം പറയുന്നത് എന്താണെന്നറിയുമോ? കല്യാണത്തെ കുറിച്ചാണ്, നിക്കാഹിനെ കുറിച്ചാ. അല്ല പറയുന്നത് എന്താണെന്നറിയുമോ? വജഅല മിൻഹാ സൗദഹാ. ഓ മനുഷ്യ, നിനക്ക് ഞാനൊരു ഇണ തന്നില്ലയോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയുമോ? നമ്മുടെ മക്കളെ കുറിച്ചുള്ള ചിന്താ പ്രസവം മുതൽ തുടങ്ങിയാ പോരാ, നിന്റെ ഭാര്യ ഗർഭിണിയാകുമ്പോൾ തുടങ്ങിയാ പോരാ, നിന്റെ സന്താനങ്ങൾ നന്നാകണമെന്ന ആഗ്രഹം നിന്റെ നിക്കാഹ് നടക്കുന്ന ആ സമയം മുതൽ ഉണ്ടാകണമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ എന്നല്ലേ ഈ ആയത്തിന്റെ അർത്ഥം സഹോദര. അള്ളാഹു അടുത്തത് മക്കളെ കുറിച്ചാണ് പറയുന്നത്. ആ മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അതിനു മുമ്പ് ആദ്യം അള്ളാഹു പറയുന്നത് എന്താ? വിവാഹം എന്ന് പറഞ്ഞാൽ ഇതൊരു കളിതമാശയല്ല, നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഇതൊരു ചടങ്ങ് മാത്രമല്ല, എവിടെയെങ്കിലും നടക്കുന്ന ആഭാസം മാത്രമല്ല. അങ്ങനെയാണല്ലോ ിയത്. അള്ള പറയുന്നു നിക്കാഹ് എന്ന് പറയുന്നത് ഒരു തലമുറയുടെ തുടക്കമാണ്. നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന്റെ തുടക്കമാണ് നിന്റെ വിവാഹം. ആ വിവാഹം പവിത്രമാകണേ, ആ വിവാഹം പവിത്രമായ സ്ഥലത്ത് വെച്ചാകണേ, ആ വിവാഹം നീ നല്ല രീതിയിൽ നടത്തണേ എന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാന്റെ റസൂല് വിവാഹത്തിന്റെ കാര്യത്തിൽ 2 കാര്യമാണ് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു ഈ നിക്കാഹിനെ നിങ്ങൾ പരസ്യമായിട്ട് നടത്തണേ. നിന്റെ ഓരോരുത്തരുടെയും നിക്കാഹ് നീ പള്ളിയിൽ വെച്ച് നടത്തണേ എന്ന് നബി മുഹമ്മദ്
വിവാഹ ചന്തയിലോ മാത്സര്യ ബുദ്ധിയോടെ കോടികളെറിഞ്ഞ് പകട് കളിക്കുന്ന സമുദായത്തിന്റെ നടുവില് എല്ലാവരും നിക്കാഹ് നടത്തുന്നത് ഇവിടെ വെച്ചാ. ചിലർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താറുണ്ട്, ചിലർ സിനിമാ കോട്ടയിൽ വെച്ച് നടത്താറുണ്ട്. എല്ലാ ആഭാസങ്ങളുടെ നടുവില് ഇന്ത്യൻ ഉരുക്ക് വ്യവസായി ലക്ഷ്മി മിത്തലിന്റെ പെണ്ണിനെ കെട്ടിച്ചപ്പോ മകളുടെ കല്യാണത്തിന് ഒരു നേരം എടുക്കാനുള്ള സാരിക്ക് 40 ലക്ഷം രൂപ വിലയാണെങ്കിൽ ആർഭാടങ്ങൾ വലിച്ചെറിഞ്ഞ് ലോകത്തിന്റെ ആഭാസങ്ങളുടെ ഹറാമുകളുടെ നടുവിൽ വെച്ച് നിക്കാഹ് നടത്തുമ്പോ എന്റെ സഹോദര, ഈ വാക്ക് നിങ്ങൾ എങ്ങനെ പരിഗണിച്ചാലും കുഴപ്പമില്ല, എങ്ങനെ ഭരിച്ചാലും കുഴപ്പമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഒരു നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തില്, ഒരു പുരുഷന്റെ ഒരു പെണ്ണിന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവാണ്, അവന്റെ ജീവിതത്തിന്റെ പ്രധാന കർമ്മമാണ്. ഓ കർമ്മം നീ പള്ളിയിൽ വെച്ച് നടത്തണേ. കാരണം ലോകത്തിലെ ആദ്യത്തെ നിക്കാഹ് നടന്നത് സ്വർഗത്തിൽ വെച്ചാ. ആദം നബിയെയും ഹവ്വാ ബീവിയുടെയും നിക്കാഹ് അല്ലാഹു നടത്തിയത് സ്വർഗത്തിൽ വെച്ചാണ്. അതുകൊണ്ട് നിക്കാഹ് സ്വർഗത്തിൽ വെച്ച് നടത്തപ്പെടേണ്ടതാ. ഓരോ നിക്കാഹും ഈ ഭൂമിയിലെ സ്വർഗത്തിൽ വെച്ച് നടത്തപ്പെടട്ടെ എന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. മക്കളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അള്ള പറയുന്നത് എന്തിനെ കുറിച്ചാ? നിക്കാഹിനെ കുറിച്ചാ. അതുകൊണ്ട് മക്കൾ നന്നാവണമെങ്കിൽ ആദ്യം നിക്കാഹ് നല്ലെടുത്ത് വെച്ച് നടത്തണം. നമ്മൾ എവിടെ വെച്ചാ കല്യാണം നടത്തണേ? എവിടെ വെച്ചാ നമ്മൾ നിക്കാഹ് നടത്തണേ? പള്ളി വെച്ച് നിക്കാഹ് നടത്തോ? അള്ളാന്റെ റസൂൽ പറഞ്ഞ് 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഐലിനു ഹാദ നിക്കാഹ്, നിക്കാഹ് പരസ്യമായിട്ട് നടത്തണം, രഹസ്യമായ കല്യാണം പാടില്ല. ഐലിനു ഹാദ നിക്കാഹ്, ഈ നിക്കാഹിനെ നിങ്ങൾ പരസ്യപ്പെടുത്തണം, രഹസ്യ നിക്കാഹ് പാടില്ല. എന്ന് പറഞ്ഞാൽ രാത്രിയിൽ കൈ പിടിച്ച് കയറിക്കൊണ്ട് വന്നിട്ട് ഇതൊന്നും നിക്കാഹ് തരാൻ പറയാൻ പറ്റൂല. 4 പേരുടെ മുമ്പിൽ വെച്ച് പരസ്യമായിട്ട് തന്നെ നടത്തണം. ആ വാപ്പയും ഉമ്മയൊക്കെ അറിഞ്ഞ് പരസ്പരം കണ്ട് പറഞ്ഞ് ബോധിച്ച് സംസാരിച്ച് നിങ്ങൾക്ക് കുടുംബമൊക്കെ ഒത്തതാണോ എന്നൊക്കെ നോക്കി പരസ്യമായിട്ട് നടത്തണം. അല്ലാതെ ചുമ്മാ മിസ് കോൾ അടിച്ചിട്ട് നീ അവിടെ 10 മണിക്ക് ബസ് സ്റ്റാൻഡിൽ നിന്നേരം ഞാൻ വരാം, നമുക്ക് 2 പേരും കൂടെ തെങ്കാശിക്ക് പോകാന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് നിക്കാഹ് ശരിയാവൂല. ഒന്ന്, നിക്കാഹ് പരസ്യമായിട്ട് നടത്തണം. രണ്ടാമത്തേത് നിക്കാഹ് പള്ളിയിൽ വെച്ച് നടത്തണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഒത്തിരി ഉണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഹൈന്ദവരുടെ കല്യാണം നടക്കണം എവിടെ വെച്ചാ? അമ്പലത്തിൽ. ക്രിസ്ത്യാനിയുടെ കല്യാണം നടക്കണം എവിടെ വെച്ചാ? പള്ളിയില്. മേത്തന്റെ കല്യാണം എവിടെ വെച്ചാ? സിനിമാ കോട്ടയിൽ. ഹൈന്ദവരുടെ കല്യാണം അമ്പലത്തിൽ വെച്ച്, ക്രൈസ്തവ സഹോദരങ്ങളുടെ കല്യാണം പള്ളിമേടയില് വികാരിയുടെ സാന്നിധ്യത്തില്. നമ്മുടെ കല്യാണം മുയിലാരും വേണ്ട, മുക്രിയും വേണ്ട, അവരെ വിളിച്ചു വലിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയി ഓഡിറ്റോറിയത്തിൽ വെച്ച്. നീ ആരെയാ സഹോദരങ്ങളെ പിൻപറ്റുന്നത്? ഇത് പറയുമ്പോ ആർക്കും ഇഷ്ടപ്പെടൂല. ആ ഓഡിറ്റോറിയത്തിൽ കയറിയിട്ട് സർവ്വ ഹറാമം നടന്നു. ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ട് നേരെ നോക്കിയാൽ നമ്മളവർക്ക് ഏതോ രാഷ്ട്രീയ പാർട്ടിയുടെ വനിതാ സമ്മേളനം നടക്കുകയാണ്. ഓഡിറ്റോറിയം നിറച്ച് പെണ്ണുങ്ങള്, പുരുഷന്മാര് 4-1 കാണുള്ളൂ. അവിടെ വെച്ച് നിക്കാഹ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് നടന്ന സ്വർഗത്തിൽ വെച്ചല്ലേ? അവിടെ വെച്ചല്ലേ നടത്തേണ്ടത്? ഹൈന്ദവര് നടത്തുന്ന അവിടെ വെച്ചാ? അമ്പലത്തവിടെ വെച്ചല്ലേ താലി കെട്ടുള്ളൂ. നമ്മളോ? അള്ളാന്റെ റസൂൽ പറഞ്ഞു പള്ളിയിൽ വെച്ച് നടത്ത്. കാരണം കല്യാണമൊക്കെ തോന്നിവാസത്തിന് നടത്തി, അള്ളാഹ് പറഞ്ഞ പോലെ നടത്തൂല. എല്ലാം തോന്നിവാസത്തിന് നടത്തി. അവസാനം അരീകളുണ്ടായ കൊച്ചു തലയിരിഞ്ഞു പോകുമ്പോ അള്ളാഹു നീ നന്നാക്കി തവടച്ചോനെ. അള്ളാഹ് നന്നാക്കാതിരിക്കുക? അള്ള പറഞ്ഞ പോലെ ചെയ്തിട്ട് വേണ്ട അള്ളയോട് നന്നാക്കാൻ പറയാൻ. എല്ലാം നിനക്ക് തോന്നിവാസത്തിൽ നടത്തി, എല്ലാം നിന്റെ ഇഷ്ടത്തിനടുത്ത് നടത്തി. അവസാനം അവൻ കള്ളു അടിച്ചിട്ട് വീട്ടിൽ വന്നപ്പോ പടച്ചോനെ നീ ഇവനെ ഒന്ന് നന്നാക്കി അള്ളാഹുവേ. ആദ്യം മുതലേ ശ്രദ്ധിക്കണം. ആദ്യം അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ നിക്കാഹ് നീ പള്ളിയിൽ വെച്ച് നടത്ത്. റിസപ്ഷൻ ഓഡിറ്റോറിയത്തിലോ സൗകര്യപ്രദമായ എവിടെയും ആയിക്കൊള്ളട്ടെ. നീ നിന്റെ ഒരു പുതിയ ജീവിതത്തിലോട്ട് തുടങ്ങാൻ പോവാൻ. ആ നിന്റെ പുതിയ ജീവിതം തുടങ്ങുന്ന ഏറ്റവും നല്ല സ്ഥലത്ത് വെച്ചായിരിക്കട്ടെ. നിന്റെ നിക്കാഹ് പള്ളിയിൽ വെച്ച് നടത്തട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുകയാ, എന്ത് ലാഭമാ നിനക്ക് കിട്ടുന്ന നിക്കാഹ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിട്ട്? അതുകൊണ്ട് നിക്കാഹ് സുന്നത്തായിട്ട് പള്ളിയിൽ വെച്ച് നടത്തി. ഇൻഷാ അല്ലാഹ് തീരുമാനമെടുക്കും. എന്റെ നിക്കാഹ് ഞാൻ പള്ളിയിൽ വെച്ച് നടത്തും തീരുമാനമെടുക്കും. തീരുമാനമെടുക്കാൻ പറ്റുമോ? ഇൻഷാ അല്ലാഹ് പറയും. കളവന്മാരെല്ലാം ഇൻഷാ അല്ലാഹ് ഇനിയും കെട്ടാൻ പോണ വയസ്സായ ആളുകളൊക്കെ ആമീൻ സ്ട്രോങ് ആയിട്ട് പറയണം. എന്തോ ഉദ്ദേശം? ഇനിയിപ്പോ ഏതായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിൽ അള്ളാഹു സമാധാനം നൽകട്ടെ.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്റെ ചെറുപ്പക്കാരുണ്ട് ഇവിടെ, നിങ്ങൾ ധൈര്യമായിട്ട് പറയും. എത്രയോ മാതാപിതാക്കളുണ്ട്, നിങ്ങൾ പറയും പുതിയാപ്പിള പെണ്ണ് കാണാൻ വേണ്ടി വരുമ്പം എല്ലാം ഓക്കെയാണ്, ഞങ്ങൾക്കൊരു ഡിമാൻഡ് ഉണ്ട്. എന്താണ് ഡിമാൻഡ്? നിക്കാഹ് പള്ളിയിൽ വെച്ച് നടത്തുന്നത്. ഏതെങ്കിലും ഒരു ഉമ്മ പറയാൻ തയ്യാറുണ്ടോ? മാതാപിതാക്കൾ പറയും, ചെറുപ്പക്കാർ പറയും, ഇൻഷാ അല്ലാഹ് കല്യാണമൊക്കെ റെഡിയായി, എനിക്ക് എന്റെ നിക്കാഹ് പള്ളിയിൽ വെച്ച് നടന്നു. നിക്കാഹ് എന്ന കർമ്മം പള്ളിയിൽ വെച്ച് നടത്തി, ബാക്കി റിസപ്ഷനും മറ്റുമൊക്കെ ഓഡിറ്റോറിയങ്ങളായിക്കൊള്ളട്ടെ. ഇൻഷാ അല്ലാഹ് തയ്യാറല്ലേ? വളരുന്ന മക്കള് നന്നാവണമെങ്കിൽ എന്തു ആയിക്കോളാം, ഞാൻ എന്റെ കടമ നീയത്ത് വെക്കിയ സഹോദരങ്ങൾ ഇൻഷാ അല്ലാഹ് പറയും. വൃദ്ധന്മാരോടും മാതാപിതാക്കൾ പറയും, ഞങ്ങളുടെ മക്കളുടെ കല്യാണം അത് മോളാകട്ടെ മോനാകട്ടെ നിക്കാഹ് പള്ളിയിൽ വെച്ച് നടത്തണമെന്ന് പുതിയാപ്പിളയോട് പറയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ അള്ളാഹു പറഞ്ഞു, നിന്റെ വിവാഹം കഴിഞ്ഞു. എന്തിനാ നീ വിവാഹം കഴിക്കുന്നത്? അള്ളാഹ് പറയുന്നു, ലിയസ്കുനു ഇലൈഹ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവാൻ, സമാധാനപരമായൊരു ജീവിതം നടക്കാൻ പോവാൻ, ജീവിതം തുടങ്ങാൻ പോവാൻ. ശ്രദ്ധിച്ച് കേൾക്കണം, വലിയ വാദമൊന്നും പറയാനെ കൊണ്ട് വയ്യ. അതുകൊണ്ട് ഇത് കേട്ടിട്ട് ഇനി പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഖുർആൻ സൂറത്തുൽ അറാഫ്. അങ്ങനെ നിന്റെ നിക്കാഹ് കഴിഞ്ഞു. നിക്കാഹ് കഴിക്കുന്ന എന്തിനാ? ലിയസ്കുനു ഇലൈഹ, നിന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവാൻ, നിന്റെ ദാമ്പത്യ ജീവിതം സുഖകരമാകാൻ, നിന്റെ അസ്വസ്ഥതകളൊക്കെ മാറാൻ, ജീവിതത്തിൽ ഒരു തുണയുണ്ടാകുമ്പോ അത് നമ്മുടെ ജീവിതത്തിന്റെ സമാധാനമൊക്കെ കിട്ടും, അല്ലേ? അങ്ങനെയല്ലേ കല്യാണം? സന്തുഷ്ട ഭാര്യ ഭർത്രോ ഭർത്രോ ഭാര്യോ തദൈവജ യസ്മുൻ ദേവ കുലേ നിത്യം കല്യാണം തത്ര വൈധ്രുവം. സന്തുഷ്ട ഭാര്യ ഭർത്രോ ഭർത്രോ ഭാര്യോ തദൈവജ യസ്മിൻ ദേവ കുലേ നിത്യം കല്യാണം തത്ര വൈധ്രുവം. സന്തുഷ്ട ഭാര്യയോ ഭർത്രോ, സന്തുഷ്ടയായ ഭാര്യയും ഭർത്താവും, സ്നേഹമുള്ള ഭർത്താവും ഭാര്യയും, യസ്മിൻ ദേവ കുലേ നിത്യം, അതിലൂടെ അവരുടെ കുലം വളരാൻ പോവുകയാണ്. കല്യാണം തത്ര വൈധ്രുവം, കല്യാണം ഒരു വലിയ സംഭവമാണ്. വിവാഹം കഴിക്കുന്നത് സ്നേഹവും സമാധാനവും ഉണ്ടാകാനാണെന്ന് ഭഗവത്ഗീത. കല്യാണം കഴിക്കുന്ന എന്തിനാണ്? സമാധാനത്തിന് വേണ്ടിയാണ്. പെണ്ണുങ്ങൾ പറയും, പൊന്നുസ്താദെ അന്ന് തീർന്ന സമാധാനമാണ്, എന്നെ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഞാൻ അടുത്തൊരു ദിവസം വാതിന് പോയപ്പോൾ ലോകാവസാനത്തിൽ ദജ്ജാല് വരുന്ന കഥ പറഞ്ഞു. ദജ്ജാല് വരും, ദജ്ജാലിന്റെ ഭയങ്കര ഉപദ്രവമാണ്. അങ്ങനെ ദജ്ജാലിന്റെ ശിക്ഷയിൽ നിന്ന്, ദജ്ജാൽ എപ്പോഴെങ്കിലും വന്നാൽ വീട്ടിൽ കയറി വന്നാൽ ദജ്ജാലിന്റെ ശിക്ഷയിൽ നിന്ന്, ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ദിക്റും പറഞ്ഞു കൊടുത്തു. സുബ്ഹാന മലിക്കിൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ മതി. അതോ കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ വന്നിട്ടുണ്ട്, പൊന്നുസ്താദെ 7 മണി കഴിയുമ്പോൾ എന്റെ വീട്ടിൽ ഒരു ദജ്ജാല് കയറി വരും, ആ ദജ്ജാലിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ദിക്ർ വല്ലതും ഉണ്ട്, അതിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നിന്റെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞതോടുകൂടി അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ജീവിതത്തിന്റെ ദാമ്പത്യത്തിന്റെ മണിയറ ബന്ധം തുടങ്ങുമ്പോ അല്ലാഹു പറയുന്നു, ഫലമ്മാ തഗസ്സാഹാ حملت حملا خفيفا فمرت به فلما أثقلت دعوا الله ربهما لئن آتيتنا صالحا لنكونن من الشاكرين. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിങ്ങൾ രണ്ടുപേരും ആ ദമ്പതികൾ അവരുടെ ജീവിതത്തിലോട്ട് കടന്നു ചെല്ലുകയാണ്, അവരവരുടെ ജീവിതം തുടങ്ങുകയാണ്. ഫലമ്മാ തഗസ്സാഹാ, അവൻ അവളെ പൊതിഞ്ഞു കഴിയുമ്പോ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോ ഹമലത്ത് ഹംലന ഖഫീഫാ, ആ പെണ്ണതാ ലഘുവായ ഗർഭധാരിണിയായി. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് കേൾക്കുക, ഇത്രയേറെ വ്യക്തമായിട്ട് മക്കളെ പരിപാലിക്കുന്ന ഒരു ഗ്രന്ഥം പറയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അവർ രണ്ടുപേരും നമ്മൾ കടപ്പുറയിലോട്ട് കടന്നു പോയപ്പോ ഹമലത്ത് ഹംലന ഖഫീഫാ, നിന്റെ ഭാര്യ ലഘുവായ ഗർഭധാരണിയായി മാറി. രണ്ടുപേരും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ ഹമലത്ത് ഹംലൻ ഖഫീഫ, അവൾ ഗർഭധാരിണിയായി. അപ്പൊ അവൾ എന്ത് ചെയ്യണം? സാധാരണ ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്ന് പറയുന്ന സന്തോഷ വാർത്ത ആദ്യം അറിയുന്നത് ആരാ അറിയുന്ന? മനോരമ ന്യൂസ്. നമ്മുടെ ഭാര്യ എന്നറിയാമാണ്, കൈരളി ഏഷ്യാനെറ്റ് വേണം, അല്ലല്ലോ. നമ്മുടെ ഭാര്യ ഗർഭിണിയാണ്, അവൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നു എന്ന് ആദ്യം അറിയുന്നത് ആരാണ്?
ആരാ ഖദീജ? ഭർത്താവ് അറിയണ അവളല്ലേ അറിയണത്. ആദ്യം അവക്ക് മനസ്സിലാകും അൽഹംദുലില്ലാഹ് എനിക്കൊരു കുഞ്ഞിക്കാല് കാണാൻ പോവാൻ എന്ന് ഒരു ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം? ഇത് ഞാൻ പറയുന്നല്ല, ഖുർആൻ മാത്രമാണ് സൂറത്തുൽ അറാഫ്. നിങ്ങൾ കേട്ടോളി. എന്ത് ചെയ്യണം? ഇത് അള്ളാഹു കൃത്യമായിട്ട് വഴി പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അവസാനം വരെ പറയാം. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹ്യങ്ങളാക്കട്ടെ. എന്ത് ചെയ്യണം? ഒരു സ്ത്രീ അറിഞ്ഞു എനിക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്ന ആദ്യം അതിന്റെ അടയാളം അറിയുന്നവരാണ്. അറിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം? സാധാരണ പെണ്ണുങ്ങൾ നേരെ ഫോൺ എടുത്തിട്ട് ഉമ്മാനെ വിളിക്കും. ഉമ്മ പിന്നെ ഒരു വിശേഷം പറയാം. സാധാരണ അവരുമായിട്ട് ഉമ്മയുമായിട്ടാണല്ലോ ബന്ധം ചെറുപ്പത്തില്. അതുകൊണ്ട് സാധാരണ ഒരു പെണ്ണ് ആരെ വിളിക്കും? ഉമ്മയെ വിളിക്കും. അള്ളാഹ് പറയുന്നു ആദ്യം വിളിക്കേണ്ടത് ആരെയാണ്? അള്ളാഹു പറഞ്ഞു ആദ്യം വിളിക്കേണ്ടത് ആരെയാ? ഖുർആനാണ്. കേട്ടിട്ടുണ്ടെങ്കിൽ മുമ്പ് കേട്ടിട്ടില്ലേ? അള്ളാഹ് പറയണ ആരെ ആദ്യം വിളിക്കണം? പറയുകയാണ് ആ ഭാര്യ ആ സന്തോഷ വാർത്തയുമായി തന്റെ ഭർത്താവിന്റെ അടുക്കലേക്ക് പോകണം. അള്ളാന്റെ ഖുർആൻ പറയുകയാണ് ആ ഭർത്താവിന്റെ അടുക്കൽ അവൾ ആ സന്തോഷ വാർത്ത പറയണമത്രേ. ആരോട് പറയണം? ആരോട് പറയണം? ഭർത്താവിന്. ഇതൊന്നും ഞാൻ പറയണല്ല, അള്ളാന്റെ ഖുർആനാണ്. നിങ്ങൾ പറയുക ഇതൊക്കെയാണ് പറയണത്. അള്ളാഹ് പറയുകയാണ് ആദ്യം ആരോട് എന്ന് പറയണം? ഭർത്താവിനോട് ചെന്ന് ആ സന്തോഷ വാർത്ത പറയണം. അതാണ് ദാമ്പത്യ ബന്ധത്തിന്റെ ഏറ്റവും വലിയ ദൃഢത. ഭർത്താവിനോട് ഫലമ്മാ തകശാഹ, സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോ പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്താന്ന് പറയാൻ? നിങ്ങൾക്ക് മനസ്സിലായില്ല. ഈ കാര്യം എന്താന്ന് പറയാൻ മനുഷ്യനെ ഇടങ്ങേറാക്കാതെ പിന്നെ ഈ 3-4 പിന്നെ സൂചിയും പറയണ കേട്ടാ അപ്പഴേ മനസ്സിലാക്കിക്കോണം എന്തോ ഉണ്ട്. അപ്പൊ പയ്യം താഴോട്ടൊക്കെ കുനിഞ്ഞൊക്കെ ഇരിക്കും. എന്തുവാ കാര്യം? ഹമലത്തെ ഹംലൻ ഖഫീഫ്. അള്ളാഹ് പറയുന്നു ലഘുവായ ഗർഭധാരണം എന്ന് പറഞ്ഞാൽ ആദ്യം പ്രാരംഭഘട്ടം. അപ്പൊ ഒരു പെണ്ണിന് പെട്ടെന്ന് ഭർത്താവിനോട് തുറന്ന് പറയാൻ, കാരണം കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായിട്ടുണ്ടാവില്ല, പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും. അവൾ പറയും പിന്നെ നിങ്ങൾ ഇന്ന് വേങ്ങോടോ പോത്തക്കോടോ ഒക്കെ പോകണമെങ്കിൽ ഒരു 2 കിലോ പുളിമാങ്ങ മേടിച്ചോണ്ട് വരണേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അങ്ങനെയൊക്കെ പറയുള്ളൂ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതിന്റെ അർത്ഥം ഒരു സന്തോഷ വാർത്തയാണ്. ആ സമയത്ത് എന്ത് ചെയ്യണം? ഭാര്യ വന്ന് ഭർത്താവിനോട് ഇതാ ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത പറഞ്ഞാൽ എന്ത് പറയണം? അവര് രണ്ടുപേരും കൂടി പറയണം അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. അല്ലാഹുവേ നീ ഞങ്ങൾക്കൊരു തലമുറയുടെ അവകാശിയെ തരുകയാണ്. എത്രയോ ആളുകൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് നീ സന്താനങ്ങളെ കൊടുത്തില്ല. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സന്താനങ്ങളെ തന്നു. അല്ലാഹുവേ അൽഹംദുലില്ലാഹ്. അവര് ഭാര്യയും ഭർത്താവും കൂടി അല്ലാഹുവിനെ സ്തുതി പറയണം. എന്നിട്ട് വിശുദ്ധമായ ഖുർആൻ വീണ്ടും പറയുന്നു, വിഷയം വിശാലമാണ്, ചുരുക്കട്ടെ. അല്ലാഹ് പറയുകയാണ് ഫലമ്മാ അഫ്ഖലത്, ആ ഗർഭധാരണം ഉറപ്പായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അത് പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ആ സ്ത്രീ 4 മാസം ഗർഭിണിയായി. അപ്പോഴാണല്ലോ അല്ലാഹു ആ കുഞ്ഞിന് റൂഹിനെ ഊതുക. അല്ലാഹു ഒരു മലക്കിനെ പറഞ്ഞു വിടും. ആ മാതാവിന്റെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിന് റൂഹൂതുമ്പോ ആ സമയത്ത് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് കൈയും കാലും അനക്കാൻ തുടങ്ങും. ആ സമയത്ത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, എന്റെ ശബ്ദം കേൾക്കുന്നവരെ ചെയ്തു കൊള്ളണേ. അല്ലാഹു പറയുകയാണ് ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞ് അനങ്ങാൻ തുടങ്ങുമ്പോ അത് 4-ാം മാസത്തിലാണ് അനക്കം നിൽക്കുന്നത്. ആ സമയത്ത് ഭാര്യയും ഭർത്താവും കൂടി എന്ത് ചെയ്യണമെന്നറിയുമോ? അല്ലാഹു പറയുകയാണ് മാതാപിതാക്കള് രണ്ടും കൂടി അല്ലാഹുവിനോട് ആ സമയത്ത് ദുആ ചെയ്യണം. അല്ലാഹു പറയുന്നു 4 മാസം എത്തിക്കഴിഞ്ഞാൽ അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണേ. രണ്ടുപേരും കൂടി ഒന്നിച്ച് ദുആ ചെയ്യണം. എന്തെന്ന് ദുആ ചെയ്യണം? പ്രസവിക്കണതിന് മുമ്പ് 4 മാസമായി. 4 മാസമാകുമ്പോ എന്ത് ചെയ്യണം? രണ്ടുപേരും കൂടെ ദുആ ചെയ്യണം. എന്തോന്ന് ദുആ ചെയ്യണം? ഉമ്മ പറയും എനിക്ക് പെങ്കൊച്ചു മതി, വാപ്പ പറയും എനിക്ക് ആങ്കൊച്ചു മതി. ഉമ്മ പറയും എനിക്ക്, വാപ്പ പറയും പിന്നെ ഇടയ്ക്കെങ്ങാനും വൈകുന്നേരം ഒന്ന് കടയിലൊക്കെ ഇരുത്തിയിട്ട് വരണമെങ്കിൽ പെങ്കൊച്ചിന് ഇരുത്തിയിട്ട് വരാൻ പറ്റുമോ? തിരിച്ചു പോകുമ്പോൾ പെങ്കൊച്ചും കാണൂല, കടയും കാണൂല. അതുകൊണ്ട് എനിക്ക് കടയിലൊക്കെ വല്ലപ്പോഴും എടുപ്പിച്ച് വരണമെങ്കിൽ ഒരു ആങ്കൊച്ചു മതി. ഉമ്മ പറഞ്ഞാൽ അതൊന്നും വേണ്ട, എനിക്ക് വയസ്സായി കഴിയുമ്പോൾ മടലൊടിഞ്ഞ് എവിടെയെങ്കിലും കട്ടിലേക്ക് കിടക്കുമ്പോൾ അത് ചൂടുവെള്ളം തരണമെങ്കിൽ ഒരു പെങ്കൊച്ചുണ്ടേ പറ്റുള്ളൂ. ഉമ്മാക്ക് ആഗ്രഹം പെങ്കൊച്ച്.
വാപ്പാക്ക് ആഗ്രഹം ആൺകൊച്ചു. അള്ളാഹിനോട് എന്ത് ചോദിക്കണം? പെൺകുട്ടി വേണോന്ന് പറയണോ അതോ ആൺകുട്ടി വേണോന്ന് ദുആ ചെയ്യണോ? എന്തെന്നാ ദുആ ചെയ്യണ്ടേ? സാധാരണ നമുക്കെല്ലാം ആഗ്രഹം ആൺകുട്ടികളാവണമെന്നാണ്, അല്ലേ? ആ മക്കൾ മതി എന്നാണ്. കാരണം സ്ത്രീധനം ഉണ്ടാക്കണ്ട. കാരണം ഒരു പെങ്കച്ചുണ്ടായാൽ പിന്നെ അന്ന് മുതൽ കണ്ണുനീരാണ്. പണ്ടൊക്കെ ഈ അച്ചാറുമായിട്ടൊരു ആൾട്ടോ ഒക്കെ കൊടുത്താൽ മതി. ഇപ്പൊ പാണ്ടിലോറിയാ ചോദിക്കണം 12-10 SC അച്ചാരം. പണ്ടൊക്കെ അച്ചാറുമായിട്ട് ആദ്യം ബൈക്കായിരുന്നു, പിന്നെ അത് മാറിയിട്ട് ആൾട്ടോ ആയി. ആൾട്ടോ മാറിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോ നമ്മുടെ ടാറ്റ ഇൻഡിഗോയാണ്. ഇപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോ അച്ചാരം ചെയ്ത് 12-10 SCയുടെ ലോറി അച്ചാരം. ഇനിയിപ്പോ കുറെ കൂടെ കഴിയുമ്പോ ഒരു ട്രെയിൻ മേടിച്ചു തരാൻ പോലെ അച്ചാരുമായിട്ട്. ഇന്ന് രാവിലെ ഒരു പിതാവിന്റെ അടുക്കൽ വന്ന് മോളെ കെട്ടിക്കാൻ വേണ്ടി പത്രത്തിൽ പരസ്യം കൊടുത്തു. നമ്പരിൽ വേറൊരുത്തം വിളിച്ചു. എന്തൊക്കെ വേണം? അത് ഒരു കാറും പിന്നെ ഒരു 2 ലക്ഷം രൂപ അച്ചാരവും, 10 ലക്ഷം രൂപ അച്ചാരവും ഒരു കാറും വേണം. അദ്ദേഹം ചോദിച്ചു, സ്ത്രീധനം ഇതെനിക്കുള്ളൂ, നിങ്ങൾ കൊച്ചിന് കൊടുക്കാനുള്ള കൊടുത്തോളാം. പെൺകുട്ടിയുടെ വാപ്പ ചോദിച്ചു, അപ്പൊ സ്ത്രീധനം ഒന്നും വേണ്ടേ? അത് നിങ്ങൾ നിങ്ങളുടെ കൊച്ചിന് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വേണേലും കൊടുത്തോളി, ഇത് എനിക്ക് തട്ടാനുള്ള ഇതും കാണുന്നതൊക്കെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതായാലും നമ്മൾ അള്ളാഹിനോട് എന്ത് ചോദിക്കണം? ആണ് വേണോന്ന് ദുആ ചെയ്യണോ പെണ്ണ് വേണോന്ന് ദുആ ചെയ്യണോ? നമുക്ക് ആഗ്രഹം ആണ് വേണമെന്നാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന ആണ് വേണമെന്നും ചോദിക്കരുത്, പെണ്ണ് വേണമെന്നും ചോദിക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അള്ളാഹിനോട് നിങ്ങൾ എന്ത് ദുആ ചെയ്യണമെന്നറിയുമോ? അല്ലാഹുവേ 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 ലഇൻ അതൈതനാ സാലിഹാ ലനകൂനന്ന മിനശ്ശാകിരീൻ. അല്ലാഹുവേ ആണായാലും വേണ്ടില്ല പെണ്ണായാലും വേണ്ടില്ല, ലഇൻ അതൈതനാ സാലിഹാ, അല്ലാഹുവേ ഒരു സാലിഹായ കുഞ്ഞിനെ തരണയല്ല. പടച്ചവനെ നിനക്ക് ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന നമസ്കാരമുള്ള നോമ്പുള്ള അല്ലാഹുവേ നാളെ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചാൽ ദുആ ചെയ്യുന്ന, പടച്ചവനെ ഞങ്ങളുടെ ഖബറിന്റെ ചാരത്ത് വന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന ഒരു സാലിഹായ കുഞ്ഞിനെ തരണയല്ല. എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഞാൻ ആദ്യമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ, അള്ളാന്റെ ഖുർആൻ മക്കളെ കുറിച്ച് പറയുമ്പോ ആദ്യമായി നമ്മോട് പറയുന്നതെന്താ? മാതാപിതാക്കള് 4-ാം മാസം മുതലേ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ തുടങ്ങണം. അവൻ ജനിച്ചതിന് ശേഷമല്ല, അവന് 10 വയസ്സായതിന് ശേഷമല്ല, അവൻ പരീക്ഷയ്ക്ക് പോകുമ്പോഴല്ല ദുആ ചെയ്യേണ്ടത്. മക്കളെ പോട്ട് വളർത്തുന്ന മാതാപിതാക്കള് അല്ലാഹു പറയുകയാണ്, 4 മാസമാകുമ്പോ അവന്റെ ശരീരത്തിലേക്ക് റൂഹൂതുന്ന സമയമാകുമ്പോ, അവന്റെ കാലനങ്ങാൻ തുടങ്ങുമ്പോ, കണ്ണിമ വെട്ടാൻ തുടങ്ങുമ്പോൾ മുതൽ മാതാപിതാക്കള് നിരന്തരമായി മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. മക്കളുടെ ദുസ്വഭാവം ഒത്തിട്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ സഹോദരങ്ങളെ, മക്കളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നത് മാതാപിതാക്കളുടെ ദുആയാണ്. ഒന്നാമതായിട്ട് മാതാപിതാക്കളുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാകേണ്ടത് എന്താ? അല്ലാഹുവേ എന്റെ കുഞ്ഞൊരു നല്ല കുഞ്ഞായി മാറണം, അല്ലാഹുവേ നാളെ ആഖിറത്തിൽ എനിക്ക് പ്രയോജനപ്പെടണം. അതിനുവേണ്ടിയല്ലേ മക്കളെ വളർത്തേണ്ടത്? ഈ ദുനിയാവിലെ മക്കള് നമുക്ക് എന്ത് തരാനാ? നാളെ പരലോകത്ത് നമ്മുടെ കൈപിടിച്ച് സ്വർഗത്തിലോട്ട് പോകുന്ന കഴിയുമോ എന്നെനിക്കറിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദ് യുദ്ധത്തിന് പങ്കെടുക്കാൻ പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഉഹദ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നു. പ്രവാചകന് താൽക്കാലികമായി പരാജയം നേരിട്ട യുദ്ധമാ ഉഹദ് യുദ്ധം. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉഹദ് യുദ്ധത്തിൽ ധാരാളം സഹാബത്ത് ഷഹീദുകളായി, ധാരാളം അനുയായികൾ ഷഹീദായി. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉഹദ് യുദ്ധത്തിന്റെ ജയപരാജയങ്ങളെ കുറിച്ച് സഹാബത്തുമായി സംസാരിച്ചു നിൽക്കുമ്പോ അതാ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഒരു മാതാവ് ഓടി വരികയാണ്. ചരിത്രത്തിൽ അവരുടെ പേര് പറയുന്നത് ഉമ്മ ഹാരിസ റളിയല്ലാഹു അൻഹാ എന്നാണ്. ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്. എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കഴിയുമോ എന്ന് ചിന്തിക്കുക. ഹാരിസ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ് യാ
ഹബീബല്ലാ, അള്ളാന്റെ തിരുദൂതര്, അള്ളാഹുവിന്റെ തിരുദൂതര്, എന്റെ മകനായ ഹാരിഥ അങ്ങയുടെ കൂടെ ഉഹദ് രണാങ്കണത്തിൽ പങ്കെടുക്കാൻ വന്നതാണ്. എല്ലാവരും യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോയിട്ടും എന്റെ മകനായ ഹാരിഥ വന്നില്ല നബിയേ, അവരാരും ഇവിടേക്ക് എത്തിയില്ല നബിയേ. വടിക്കണ്ണുമായി കാത്തിരുന്നിട്ടും എന്റെ ഹാരിഥ വന്നിട്ടില്ല. അള്ളാഹുവിന്റെ റസൂല് വല്ലാതെ വിഷമവിത്തത്തിലായി. എന്റെ ഹാരിഥ എവിടെ നബിയേ? അള്ളാന്റെ റസൂലിന്റെ കൂടെ ധർമ്മസമരത്തിന് പോയ പ്രിയപ്പെട്ട മകനെ കാണാൻ കഴിയാതെ ആകുലതയോടെ വ്യാകുലതയോടെ ഒരു മാതാവ് വന്ന് പൊട്ടിക്കരയുമ്പോ അള്ളാന്റെ റസൂൽ എന്ത് ചെയ്യണമെന്നറിയാതെ മുഖം കുനിച്ചിരുന്നു പോയി. കാരണം റസൂലുള്ളാഹിക്കറിയാം ഹാരിഥാക്ക് എന്ത് പറ്റിയെന്ന്, ഹാരിഥാക്ക് എന്ത് പറ്റിയെന്ന് തുറന്നു പറയാൻ കഴിയാതെ അള്ളാന്റെ റസൂൽ മുഖം കുനിച്ചു നിൽക്കുമ്പോ ആ സമയത്തും ഹാരിഥാ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ അസാബഹു സഹുമന ഗർബുൻ, അസാബഹു സഹുമന ഗർബുൻ, എന്റെ മകനായ ഹാരിഥാനെ ആരോ ഒളിയമ്പെയ്ത് കൊന്നു എന്ന് ഞാൻ അറിഞ്ഞു നബിയേ. രണാങ്കണത്തിൽ അങ്ങയുടെ സംരക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുമ്പോ ആരുടെ ഒളിയമ്പ് നെഞ്ചിലേക്ക് തുളച്ചു കയറി എന്റെ ഹാരിഥ വഫാത്തായെന്നറിഞ്ഞു നബിയേ. അള്ളാന്റെ റസൂൽ അത്ഭുതപ്പെട്ടു പോയി. തന്റെ മകൻ മരണപ്പെട്ടു എന്നറിഞ്ഞിട്ട് ഇനി എന്ത് വിശേഷമാ മകനെ കുറിച്ച് അറിയേണ്ടത്? ഓ സമയത്ത് ഹാരിഥ റളിയല്ലാഹു അൻഹു എന്നെ മാതാവ് ചോദിക്കുന്നതെന്താ? യാ റസൂലല്ലാഹ്, സ്വാഭാവികമായിട്ട് മരിച്ചു കഴിഞ്ഞാൽ മകന്റെ മരണത്തിന് സാക്ഷികളായവരോട് നമുക്ക് ചോദിക്കാനുള്ളതെന്താ? ഗൾഫിൽ വെച്ചെങ്ങാനും മകൻ മരണപ്പെട്ടു പോയാൽ ഗൾഫിൽ അടുത്തുള്ള സുഹൃത്ത് നാട്ടിൽ വന്ന അവനോട് ഉമ്മയ്ക്ക് ചോദിക്കാനുള്ളതെന്താ? എന്റെ മകനായ ഹാരിഥ നബിയെ അവന്റെ ശരീരത്തിലേക്ക് ചാട്ടുളി തുളച്ചു കയറി മുതുകിലൂടെ വെളിയിലോട്ട് ചാടി എന്റെ മകന്റെ ശരീരത്തിലൂടെ രക്തം തടം തല്ലിയാ തൊടുകുമ്പോ അവൻ ഉമ്മ എന്ന് വിളിച്ചു നബിയേ. അവൻ ഉമ്മ എന്ന് വിളിച്ച അവസാനം എന്നെ വിളിച്ചവൻ കരഞ്ഞോ നബിയേ? അറിയാൻ താല്പര്യമില്ല ഉമ്മ ഹാരിഥാക്ക് നബിയേ. അവന്റെ ശരീരത്തിലെ രക്തം മുഴുവനും തടം തല്ലിയാ തൊടുകി തൊണ്ട വരണ്ടുകൊണ്ട് മരണത്തെ മുഖാമുഖം കാണുമ്പോ എന്റെ പൊന്നുമോനായ ഹാരിഥ വെള്ളം വെള്ളമെന്ന് പറഞ്ഞ് നിലവിളിച്ചോ നബിയേ? അറിയാൻ താല്പര്യമില്ല ഉമ്മ ഹാരിഥാക്ക്. ഉമ്മ ഹാരിഥ എന്ന മാതാവിന് അറിയേണ്ടതെന്താ? അള്ളാഹുവിന്റെ തിരുദൂതര്, അള്ളാന്റെ തിരുദൂതര്, യാ റസൂലല്ലാഹ്, ഓ നബിയേ വഇൻ കാന ഫിൽ ജന്നത്തി وكان من غير أهلها اجتهدت عليه بالبكاء. ഓ നബിയേ, എന്റെ മകനായ ഹാരിഥ അങ്ങയുടെ ദീനിനു വേണ്ടി സംരക്ഷണത്തിന് വേണ്ടി പാടുപെടുമ്പോ അവന്റെ വെട്ടിമുറിക്കപ്പെട്ട കൈകാലുകൾക്ക് പകരമായി തടം തല്ലൊഴുകിയ രക്തത്തുള്ളികൾക്ക് പകരമായി നാളെ അല്ലാഹു അവന് സ്വർഗം കൊടുത്താൽ എന്റെ മകനെ എനിക്ക് ഇവിടെ വെച്ച് പിരിഞ്ഞാൽ കുഴപ്പമില്ല, നാളെ സ്വർഗത്തിൽ വെച്ച് എന്റെ മകനെ എനിക്ക് കാണാൻ കഴിയുമോ? എന്നാൽ ഞാൻ ക്ഷമിച്ചു നബിയേ. അതല്ല വഇൻ കാന മിൻ ഗൈരി അഹ്ലിഹാ, എന്റെ മകനെങ്ങാനും നരകത്തിന്റെ അവകാശിയാണെങ്കിൽ ഇജ്തഹത്തു അലൈഹി ഫിൽ ബുകാ, എന്റെ മകനെ ഓത്ത് കരഞ്ഞു കരഞ്ഞ് എന്റെ കണ്ണുനീര് വെട്ടിപ്പോകും നബിയേ. ഓ നബിയെ, എന്റെ മകൻ സ്വർഗാവകാശിയാണോ അതല്ല നരകാവകാശിയാണോ? അള്ളാന്റെ റസൂലും ഹാരിഥയോട് പറയുന്നു, ഹാരിഥ വിഷമിക്കണ്ട, വഇന്ന ബിനക അസാബ ജന്നത്തുൽ ഫിർദൗസൽ അലാ, വഇന്ന ബിനക അസാബ ജന്നത്തുൽ ഫിർദൗസൽ അലാ. നിന്റെ മകനായ ഹാരിഥ, നിന്റെ മകനായ ഹാരിഥ അള്ളാന്റെ ജന്നാത്തുൽ ഫിർദൗസിന്റെ അവകാശിയാന്ന് പറയുമ്പോ അതേവരെ റസൂലുള്ളാഹിയുടെ ചാരത്ത് വന്ന് പൊട്ടിക്കരഞ്ഞ മാതാവ് ബഖിൻ ബഖിൻ യാ ഹാരിഥ, സബാഷ് മോനെ സബാഷ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മ റസൂലുള്ളാഹിന്റെ ചാരത്ത് നിന്ന് തിരിച്ചു പോയെങ്കിൽ ആരെക്കുറിച്ചാ ഞാൻ ഈ പറയുന്നതെന്നറിയുമോ? സ്വന്തം മകന്റെ മരണവൃത്താന്തം അറിയുമ്പോ ആ മകൻ നാളെ സ്വർഗത്തിലാണെങ്കിൽ ക്ഷമയോടെ ചിരിച്ചുകൊണ്ട് കടന്നുപോയ സഹോദരങ്ങളെ, സഹോദരിമാരെ, മാതാപിതാക്കള് അവരൊക്കെ മക്കളെ വളർത്തിയത് സ്വർഗത്തിന് വേണ്ടിയാ, അവരൊക്കെ മക്കളെ വളർത്തിയത് സ്വർഗത്തിൽ കാണാൻ വേണ്ടിയാ, അവരൊക്കെ മക്കളെ വളർത്തിയത് നാളെ പരലോകത്തവരുടെ കൈ പിടിക്കാനാ, അവരൊക്കെ സന്താനങ്ങളെ പോറ്റി വളർത്തിയത് നാളെ പരലോകത്തിന് വേണ്ടിയാ. നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത് ദുനിയാവിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ
മക്കൾ വഴിതെറ്റിപ്പോയത്. അവനെ നമുക്ക് ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം. അവൻ എത്രയെത്രയോ കാഴ്ചപ്പാടുകൾ നമുക്കുണ്ട്, ശരി തന്നെ ആക്കിക്കൊള്ളുക. പക്ഷേ അവനെ ദീനിയായൊരു ചുറ്റുപാടിൽ വളർത്തണ്ട്, അവനെ നമസ്കാരമുള്ളവനാക്കണ്ട്, അവൻ നോമ്പ് പിടിക്കുന്നവനാക്കണ്ട്, അവൻ അല്ലാ എന്ന് വിളിക്കുന്നവനാകണ്ട്. അവൻ പള്ളിയിൽ നിന്ന് തൈക്കാവിൽ നിന്ന് മഗ്‌രിബിന്റെ ബാങ്ക് മുടങ്ങുമ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവനാകണ്ടേ, അവന് ധർമ്മമറിയുന്നവനാകണ്ടേ, അവനെ ഒരു മദ്യപാനിയാക്കണോ? അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട്, പ്രത്യേകിച്ച് എന്റെ ഉമ്മമാരോട് പറയുകയാണ്, അൽ ഉമ്മഹഖുലു തർബിയത്തുൽ ഔലാദ്. ഉമ്മമാരാണ് മക്കളെ തർബിയത്ത് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ കടമയുള്ളവർ. അതുകൊണ്ട് മാതാപിതാക്കളെ മറക്കരുത്. എപ്പോൾ ദുആ ചെയ്താലും ഒരു മാതാപിതാക്കള് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ചെയ്യുന്ന ദുആ അല്ലാഹു പെട്ടെന്ന് സ്വീകരിക്കുന്ന ദുആയാണ്. എത്ര ആളുകൾ 5 വഖത്ത് നമസ്കരിക്കുമ്പോ ആ നിസ്കാരത്തിന് ശേഷം അല്ലാഹുവേ എന്റെ മക്കൾ അവരെ നന്നാക്കണേ അല്ലാ എന്ന് പറഞ്ഞ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്ന എത്ര മാതാപിതാക്കളുണ്ട്. അതുപോലെ ചെയ്യാൻ കഴിയാറ്. അവൻ മദ്യപിച്ചാൽ അവനെ കുറ്റം പറയാൻ പറ്റുമോ? അവൻ എവിടെ പോയാലും ആദ്യം ആരെയാ പറയേണ്ടത്? അല്ലാഹു നിന്നോട് ചെയ്യാൻ പറഞ്ഞത് നീ ചെയ്തോ? അല്ല പറഞ്ഞത് എന്താ? 5 വഖത്ത് നിസ്കരിച്ചിട്ട് നിന്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണേ. എന്നാൽ നമ്മുടെ മക്കൾ ആരാകുമെന്നറിയുമോ? ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബിയെ പോലെയാകും. വാപ്പാ മകനെ കൊല്ലാൻ വേണ്ടി, കഴുത്തറുക്കാൻ വേണ്ടി കത്തി കഴുത്തിലോട്ട് വെക്കുമ്പോ, മൂർച്ചയുള്ള കത്തി തന്റെ കഴുത്തിലോട്ട് താടാൻ പോകുമ്പോ ആ സമയത്ത് പിതാവേ യാ അബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ആരാ പറയുന്നത്? പിതാവ് രാവിലെ എഴുന്നേറ്റിട്ട് മകനോട് പറയുകയാ, മകനെ വാപ്പ ഇന്നലെ രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം മറ്റൊന്നുമല്ല, നിന്നെ ബലിയെറുത്തിട്ട് അല്ലാഹുക്ക് കൊടുക്കണമെന്ന് സ്വപ്നം കണ്ടിരിക്കുകയാ. നമ്മളെങ്ങാനും നമ്മുടെ മക്കളോട് പറഞ്ഞ മക്കളുടെ പ്രതികരണം എന്തായിരിക്കും? ഇബ്രാഹിം നബി പൊന്നുമോനോട് പറയുന്ന, മോനെ രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു, നിന്റെ കഴുത്തറുത്ത് ബലി കൊടുക്കാൻ, എന്താ അതിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോ പൊന്നുമോ പറഞ്ഞത് എന്താണെന്നറിയുമോ? റസൂലേ, പിതാവേ അങ്ങയോട് എന്താണ് കൽപ്പിച്ചത് അതുപോലെ ചെയ്യുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. നാളെ ഇൻഷാ അല്ലാഹ് എനിക്കും നിങ്ങൾക്കും അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കാണാന്ന് പറഞ്ഞ പൊന്നുമോനോ അതെങ്ങനെ കിട്ടിയതാണെന്നറിയുമോ? ഇബ്രാഹിം നബിക്ക് അല്ലാഹു ഇസ്മായിൽ നബി ഇത്രയും നല്ല അനുസരണയുള്ള മോനാക്കി കൊടുത്തതെന്താ? അതിന്റെ കാരണം നിങ്ങൾക്കറിയോ? ഖുർആനിൽ ഏതൊക്കെ ഭാഗത്ത് ഇബ്രാഹിം നബി ദുആ ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ മക്കൾക്ക് വേണ്ടിയും ദുആ ചെയ്തിട്ടുണ്ട്. ഖുർആൻ പറയുന്ന ഏറ്റവും വലിയ ഗുണപാഠമായത് അറിയുമെങ്കിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്തു കൊള്ളുക. ഖുർആൻ എവിടെയൊക്കെ ഇബ്രാഹിം നബിയുടെ ദുആ അല്ലാഹു പറയുന്നുണ്ട്, അവിടെയൊക്കെ ഇബ്രാഹിം നബി മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ അല്ലാഹുവേ റബ്ബി ജഅൽനി മുഖീമസ്സലാ. ഇബ്രാഹിം നബി ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ 5 നേരവും നിസ്കരിക്കുന്നവനാക്കി നീ എന്നെ ആക്കണേ അല്ലാ. എന്നെ മാത്രമല്ല വമിന ദുരിയതി, എന്റെ മക്കളെയും നീ അങ്ങനെ ആക്കണേ അല്ലാ. എവിടെയൊക്കെ ദുആ ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ഇബ്രാഹിം നബി മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹിനോട് കാര്യമായിട്ട് ദുആ ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എത്ര പേര് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യും? എത്ര പേര് നിസ്കരിച്ചിട്ട് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്? സ്വന്തം മക്കൾക്ക് വേണ്ടി. എന്റെ സഹോദരി, നീ നിന്റെ മക്കളെ കുറിച്ചിട്ട് ഇത്രയും ആവലാതിയും വേവലാതിയും ഒക്കെ പറയുമ്പോ വീട്ടിലെ മുസല്ലയിൽ കമിഴ്ന്ന് കിടന്ന് സുജൂദി കിടന്ന് അല്ലാഹു എന്റെ കുഞ്ഞുങ്ങൾ പടച്ചവനെ അവര് ഗൾഫിലാണ്, അവര് ജീവിതത്തിന് വേണ്ടി പോയിരിക്കുകയാണ്, പടച്ചവനെ നീ അവർക്ക് നന്നാക്കണേ അല്ലാഹുവേ, വഴി തെറ്റിക്കല്ലേ അല്ലാഹുവേ, പടച്ചവനെ എന്നെ പോലെ എന്റെ മക്കള് നിസ്കാരക്കാരനാക്കണേ അല്ലാഹുവേ. എത്ര പേര് ദുആ ചെയ്യാറുണ്ട്? പടച്ചവൻ എന്റെ മോൻ SSLC ജയിക്കണേ അല്ലാഹുവേ, +2 ജയിക്കണേ അല്ലാഹുവേ. നമ്മൾ ദുആ ചെയ്യും, എന്റെ മോൻ ഡോക്ടർ ആകണേ അല്ലാഹു, ആയിക്കോട്ടെ അങ്ങനെ തന്നെ ആവണം. അതോടൊപ്പം തന്നെ അല്ലാഹു എന്റെ മകനെ നീ 5 നേരം നിസ്കാരക്കാരനാക്കണേ എന്നെ പോലെ. വാപ്പാ നിസ്കരിച്ചിട്ടുണ്ടെ മോൻ നിസ്കരിക്കുക. വാപ്പാ നിസ്കരിച്ചാലല്ലേ മോൻ നിസ്കരിക്കൂ. വാപ്പ എങ്ങനെ ജീവിക്കണതനുസരിച്ച് മക്കളും ജീവിക്കും, ഇല്ലേ?
ആദ്യം വാപ്പ നിസ്കരിച്ച് കാണിച്ചു കൊടുക്കണം മക്കൾക്ക്. ഇത് വാപ്പ നിസ്കരിക്കാതെ മക്കളോട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ നടക്കൂ. വാപ്പായും ഉമ്മായും അങ്ങനെ ജീവിക്കണം. ഒരു മോനെ സുന്നത്ത് കല്യാണം നടത്താൻ വേണ്ടി പിടിച്ച്, മോനെ മാർക്ക കല്യാണം നടത്താൻ വേണ്ടി വിളിച്ച്, ഒസാ വീട്ടിൽ വന്നപ്പോൾ ഇവ ഇറങ്ങി ഓടി. ഇവ ഓടിച്ചെന്നൊരു മരത്തിന്റെ മുകളിൽ കയറിയെന്ന്. ഉമ്മ മരത്തിന്റെ താഴെ നിന്ന് വിളിയോട് വിടിയണം, മോനെ ഇറങ്ങി വാടാ. ഞാൻ വരില്ല. ഇവിടെ ഇറങ്ങി വാടാ, നിന്റെ സുന്നത്ത് കിടത്തിട്ടാ, അള്ളാണെ ഇറങ്ങി വരില്ല. ഉമ്മ മരത്തിന്റെ ചോട്ടിൽ നിന്ന് വിളിച്ച് മടുത്തടാ, മോനെ നീ ഇറങ്ങി വാടാ, എന്റെ സുന്നത്ത് കിടത്തിട്ട് ഇറങ്ങി വാടാ. ഇവ എന്ത് ചെയ്താ മരത്തിൽ നിന്ന് ഇറങ്ങൂല. അവസാനം ഉമ്മ മരത്തിന്റെ ചോട്ടിൽ നിന്ന് മടുത്ത്, മോനെ എടാ സുന്നത്ത് നടത്തിനോടാ, അത് നടത്തിയില്ലേ ശരിയാവൂലടാ, നീ ഇറങ്ങി വാടാ. ഞാൻ ഇറങ്ങൂല. അവസാനം നിന്ന് മടുത്ത് വന്ന് കലി വന്നപ്പോ ഉമ്മ അറിയാം, എന്നാ പിന്നെ ഒരു കാര്യം, നീ ഇറങ്ങണ്ട, നീ നിന്റെ വാപ്പാനെ പോലെ തന്നെ നടക്കും. വാപ്പായും മോനെ ഒരുപോലെ നടക്കും. വാപ്പയും ഉമ്മയും എങ്ങനെയാണ്? എന്റെ സഹോദരി, നീ മഗ്‌രിബിന്റെ ബാങ്ക് വിളിച്ചു, സ്ഥലത്തിന്റെ പേരും എനിക്ക് ഇത്, കണ്ടുകുഴി, കണ്ടാലും കൊണ്ടാലും കൊണ്ടില്ല എന്തേലും ഒഴിക്കട്ടെ. കണ്ടുകുഴിയിൽ ഈ തൈക്കാവില് ബാങ്ക് മഗ്‌രിബിന് വിളിച്ചു. ഒരു സ്ത്രീ, അവള് പോയി ഒളു എടുത്ത് മുസല്ലയുമായിട്ട് വന്ന് വീട്ടിൽ മുസല്ല വെച്ചു. അള്ളാഹു വന്ന് കൈകെട്ടി നിസ്കരിച്ചു. നിന്റെ കൂടെ ഇരിക്കുന്ന പെൺകുട്ടി ഉമ്മ നിസ്കരിക്കുന്നുണ്ടാ കൂടെ വന്ന് നിസ്കരിക്കും ഇല്ലേ? ഉമ്മ നിസ്കരിച്ച വന്നെടുത്ത് നിസ്കരിക്കുവോ? വാപ്പ പള്ളിയിലോട്ട് പോകണം. പോകുന്ന വഴിയിൽ നമ്മുടെ പ്രായപൂർത്തിയായ മക്കളെ, കൊച്ചുമക്കളെ പള്ളിയിൽ കൊണ്ടുപോയി പഠിപ്പിക്കണം. സഹാബാക്കൾ റസൂലുള്ളാഹിയുടെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ അവരെ കൈയും പിടിച്ചുകൊണ്ട് മക്കളെയും കൊണ്ടുപോകുമായിരുന്നു. നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ടുപോയി പഠിപ്പിക്കണം. നമ്മൾ ഇത്രയൊക്കെ മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ട്, സമ്പാദിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ മക്കളെ ദീനും കൂടെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി ആദ്യം ചെയ്യേണ്ട എന്ത് ചെയ്യണം? കാര്യമായിട്ട് ദുആ ചെയ്യണം. എപ്പോ ദുആ ചെയ്താൽ അള്ളാഹിനോട് മക്കളുടെ കാര്യത്തിൽ ദുആ ചെയ്യണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എന്തോ ഒരു സ്നേഹമാണ് നമുക്ക്. കള്ളുകൂടിന് പോലും സ്നേഹം മക്കളോടാണ്. അവ നന്നായിട്ട് കള്ളുകൂടി, എന്നാലും മക്കളോടുള്ള സ്നേഹമോ. പുനലൂർ അടുത്തടുത്ത് അതിന് പോയി. അപ്പൊ ഞാനിങ്ങനെ മക്കളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അവന് മക്കള് ഹാഫിളീങ്ങളാവാൻ ഒരു 6666 വെച്ച് വാഗ്ദാനം ചെയ്യാൻ പറ്റും. ഒത്തിരി പേര് വാഗ്ദാനം ചെയ്തു. ഞാൻ എൻ്റെ പ്രസംഗത്തിലൊക്കെ വല്ല സദക്കയൊക്കെ പിരിക്കണം, 6666 രൂപ പിരിക്കും. അപ്പൊ ധാരാളം ആളുകൾ മക്കള് ഹാഫിളീങ്ങളാവാൻ വേണ്ടി അങ്ങനെ ഒത്തിരി പേര് ഹാഫിളീങ്ങളായിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രതിഫലം തരട്ടെ. അപ്പൊ ഒരു ആള് വന്നിട്ട് എൻ്റെ അടുക്കൽ, ഉസ്താദ് ഒരു 6600 സ്റ്റേജിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട്, അങ്ങനെ ഞാൻ അവളുടെ മകന് വേണ്ടി വാച്ച്. അത് കഴിഞ്ഞവൻ വീണ്ടും എഴുന്നേറ്റുണ്ട്, വീണ്ടും ഒരു 6666 എൻ്റെ മോന് വേണ്ടി വീണ്ടും ദുആച്ച്. എല്ലാമൊക്കെ കഴിഞ്ഞ് വാദമൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ ദുആയൊക്കെ തുടങ്ങി. വീണ്ടും സ്റ്റേജിന്റെ ഉസ്താദെ, എൻ്റെ മോൻ ഹാഫിളാവണം. നെഞ്ചത്ത് 2 അടിയൊക്കെ അടിച്ച് എൻ്റെ മോൻ ഹാഫിളാവണം. 6666 മൂന്നാമത്. ചേടാ, ഇതെല്ലാം കഴിഞ്ഞ് വാദമൊക്കെ കഴിഞ്ഞ് ഞാൻ വെളിയിലിറങ്ങി വീണ്ടും എൻ്റെ അടുത്ത് വന്നു. നേരത്തെ അകലെ എന്നാ പറഞ്ഞു. അടുത്ത ഉസ്താദിന്റെ എല്ലാ മജ്‌ലിസിലും എൻ്റെ മോൻ സാലിഹായി വളരാൻ, ആലിമു ഹാഫിദ് ആവാൻ വേണ്ടി ദുആ ചെയ്യണം. ഞാൻ ഇവനല്ല മാനസിക അസുഖമുണ്ട്. എല്ലാം കഴിച്ച് ഞാൻ വിളിച്ച് ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഞാൻ ദുആ ചെയ്യാന്നൊക്കെ ഇവന്റെ അടുത്തോട്ട് ഇവന്റെ പൊന്നു സൗരങ്ങളെ വാറ്റുചാരായത്തിന്റെ കുണം കുമുകുമാന്നടിക്കുക. ഇവൻ ഫുള്ള് ഫിറ്റാ, ഫുള്ള് വെള്ളത്തിന്റെ മുകളിലാണ് ഇവൻ നിൽക്കണത്. ആ സമയത്ത് മക്കളോടുള്ള സ്നേഹത്തിന് ഒരു കുറവുമില്ല. നമ്മൾ ഇത്രയും സ്നേഹത്തോടെ വളർത്തുന്ന നമ്മുടെ മക്കൾ നാളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നന്മയായി വരണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ഒന്നാമത്തെ കാര്യം കാര്യമായിട്ട് ദുആ ചെയ്യുക. രണ്ടാമത്തെ എന്ത് ചെയ്യണം? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നു, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുവേ ലഇൻ അതൈതനാ സാലിഹാ ലനകൂനന്ന മിനശ്ശാകിരീൻ. അല്ലാഹുവേ നീ ഞങ്ങൾക്കൊരു സാലിഹായ സന്താനത്തെ തരണയല്ല. അങ്ങനെ നിങ്ങൾ ദുആ ചെയ്തു. ദുആയുടെ പ്രതിഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ജനിക്കാവുകയാണ്. ഒരു കുഞ്ഞിന്റെ ജനനം ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിഭാസമാണ്. അതാ കുഞ്ഞു ജനിക്കാൻ പോവുകയാണ്. നിന്റെ കുഞ്ഞു നീ ആട്ടുനോട്ടിരുന്ന നിന്റെ കൺമണി ഭൂലോകത്തേക്ക് വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഒരു കുഞ്ഞു ജനിച്ചാലുടനെ അവന്റെ വലത് ചെവിയിൽ നീ ബാങ്ക് കൊടുക്കണം, ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കണം, അവന് സുന്ദരമായൊരു പേര് വിട്ടു കൊടുക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ആദ്യമായിട്ട്
അവന്റെ വലതുകൈയില് ബാങ്ക് കൊടുക്കണം. കാരണം എന്താ? അവൻ ഈ ലോകത്തിന്റെ വെളിച്ചത്തിലോട്ട് വരികയാണ്. ഇതേവരെ അവൻ വെളിച്ചം കണ്ടിട്ടില്ല. ഇത്രയും നാൾ അവന്റെ ഉമ്മാന്റെ ഗർഭാശയം എന്ന് പറയുന്ന ഇരുട്ടറയിലാണ് കിടക്കുന്നത്. അവിടെ നിന്നത് അവൻ വെളിയിലോട്ട് വരികയാണ്. ഇത്രയും നാൾ അള്ളാഹു അവനെ കാത്തു സൂക്ഷിച്ചതാണ്. ഉമ്മാന്റെ ഗർഭാശയം എന്ന് പറയുന്ന 5 ലിറ്റർ വെള്ളം മാത്രം കൊള്ളാൻ വലിപ്പമുള്ള ഗർഭാശയത്തിന്റെ ഉള്ളില് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സുരക്ഷിതമായി മാലിന്യങ്ങളില്ലാതെ ഒരു ചതിയും കളവും അവൻ പഠിച്ചിട്ടില്ല. ഉമ്മാന്റെ ഗർഭാശയത്തിലൊന്നും അവൻ കണ്ടിട്ടില്ല. ഗർഭാശയത്തിന്റെ വായുടെ ഭാഗത്ത് അള്ളാഹു ഒരു അരിപ്പ തന്നെ വെച്ചിട്ടുണ്ട്. ആ അരിപ്പയുടെ പേര് പ്ലാസന്റ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഗർഭാശയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന കുട്ടി ഉമ്മാന്റെ രക്തത്തിൽ വിഷാംശങ്ങൾ ഉണ്ടെങ്കിൽ, ഉമ്മയുടെ ശരീരത്തിൽ എന്തെങ്കിലും മാലിന്യമുണ്ടെങ്കിൽ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ശരീരത്തിന് പിടിക്കാട് അള്ളാഹു ഒരു അരിപ്പ തന്നെ വെച്ചിരിക്കുകയാണ്. അത്ര അരിച്ചു ശുദ്ധമായിട്ടാണ് ഒരു കുഞ്ഞു ലോകത്തോട്ട് വരുന്നത്. ഇനിയാണ് അവൻ കൊള്ളപ്പലിശക്കാരന്റെ കൂടെ ജീവിക്കാൻ പോകുന്നത്. ഇനിയാണ് അവൻ കള്ളുകുടിയനെ കാണാൻ പോകുന്നത്. ഇനിയാണ് അവൻ പെൺവാണിഭക്കാരനെ കാണാൻ പോകുന്നത്. അവൻ ഇത്രയും നാളും ഇരുട്ടത്തായിരുന്നു. ഇനി അവൻ കാണാൻ വെളിച്ചം കാണാൻ പോവുകയാണ്. അവൻ ലോകത്തിന്റെ സൂര്യന്റെ വെളിച്ചം കാണുമ്പോ, ചന്ദ്രന്റെ വെളിച്ചം കാണുമ്പോ അവന്റെ ചെവിയിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ, മമ്പേനോറ് സംസ്വേ സമറ് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, അള്ളാന്റെ റസൂല് പറയുന്നു, ആ കുഞ്ഞി പിശാചുക്കൾ പാർക്കുന്ന ലോകം കാണുമ്പോ അവന്റെ വലതുകൈയിൽ ആദ്യം കേൾക്കുന്ന നാമം അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ എന്ന നാമമാകണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അവൻ ആദ്യം കേൾക്കുന്ന എന്തായിരിക്കണം? വലത് ചെവിയിൽ ബാങ്ക് വിളിക്കണം. അവൻ ആദ്യം കേൾക്കണ ബാങ്കായിരിക്കണം. വലത് ചെവിയിൽ ബാങ്ക് വിളിക്കണ കേട്ടാൽ, ബാങ്ക് വിളിച്ചാല് തൈക്കാവി അല്ലാഹു അക്ബർ എന്ന് കേൾക്കുമ്പോൾ പള്ളി പോകും. അവൻ ജനിച്ചപ്പോഴേ കേട്ട അല്ലാഹു അക്ബറാണ്. ഇത് വെറുതെ പറയണമെന്നല്ല, ശാസ്ത്രീയപരമായിട്ട് തന്നെ ഇത് വലിയ അടിസ്ഥാനമായ തത്വമാണ്. ശാസ്ത്രീയപരമായി ഏറ്റവും അടിസ്ഥാനപരമായ തത്വമാണിത്. നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുന്നതാണോ മനസ്സിൽ നിൽക്കുന്നതല്ല പിന്നീട് പഠിക്കുന്നതാണോ? എപ്പോ പഠിക്കുന്ന? ചെറുപ്പത്തിൽ. നമ്മൾ കാണുന്നതാണോ മനസ്സിൽ തങ്ങിയിരിക്കുന്നത്, കേൾക്കുന്നതാണോ മനസ്സിൽ തങ്ങിയിരിക്കുന്നത്? നമ്മൾ ചെവി കൊണ്ട് കേൾക്കുന്നതാണോ എപ്പോഴും മനസ്സിൽ തങ്ങിയിരിക്കുന്നത്, അതല്ല കണ്ണുകൊണ്ട് കാണുന്നതാണോ മനസ്സിൽ തങ്ങിയിരിക്കുന്നത്? എന്താ പറയുന്നത്? കാണുന്നോ കേൾക്കുന്നു? കാണുന്നത് ഉറപ്പ് തന്നെ. നമ്മൾ കൊണ്ട് കണ്ണുകൊണ്ട് കാണുന്നതാണ് മനസ്സിൽ തങ്ങിയിരിക്കുന്നത്, കേൾക്കുന്ന എപ്പോഴും തങ്ങിയിരിക്കില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ ഒട്ടും ചില ആളുകളെ കാണും, എവിടെയോ കണ്ട മുഖമാണല്ലോ, പക്ഷെ പേര് ഓർമ്മ വരുന്നില്ല. മുഖം കണ്ടതാണ്, പേര് കേട്ടതാണ്. നമ്മൾ സാധാരണ എവിടെയോ കണ്ട് പരിചയമുണ്ട്, മുഖം നല്ല ഓർമ്മ വരുന്നു, പക്ഷെ പേര് മറന്നുപോയി. കാരണം പേരയാളോട് ചോദിച്ചാൽ അയാൾ പറഞ്ഞാണ്. അപ്പോൾ കാണുന്നതാണ് എപ്പോഴും ജീവിതത്തിൽ ഓർമ്മ നിൽക്കുന്നത്. അതുപോലെ ചെറുപ്പത്തിൽ കേൾക്കുന്ന വാക്ക്. ഒരു ഡോക്ടർ ഒരു ഡോക്യുമെന്ററി ഈ അടുത്ത സമയത്ത് ഒരു ഉദ്ഘാടനത്തിന് പോയി. അപ്പോൾ ഒരു ഡോക്ടർ, ഒരു പീഡിയാട്രീഷ്യൻ, അദ്ദേഹം ഒരു ഡോക്യുമെന്ററിയിൽ അദ്ദേഹം സ്ക്രീനിൽ കാണിച്ചാണ് മാതാവിന്റെ ഗർഭാശയത്തിൽ 6 മാസം പ്രായമായൊരു കുട്ടി. ആ കുട്ടി ഉമ്മാന്റെ ഗർഭാശയത്തിൽ കിടക്കുമ്പോൾ ഉമ്മ ഒരു റൂമിലൂടെ പോയി. അപ്പൊ ടിവിന്ന് ഒരു മ്യൂസിക് കേട്ടപ്പോ ആ കുട്ടി ഉമ്മാന്റെ ഗർഭാശയത്തിൽ കിടന്ന് വെട്ടിത്തിരിയും. ഈ ശബ്ദം കേട്ട് അതിനെ പ്രസവിച്ച ആ കുഞ്ഞിന് 6 മാസമായി. ആ കുഞ്ഞ് റൂമിൽ കൂടെ ഇങ്ങനെ പോകുമ്പോ അന്ന് 6 മാസം ഉമ്മാന്റെ ഗർഭാശയത്തിൽ പ്രായമുള്ളപ്പോ കേട്ട അതേ മ്യൂസിക് കേട്ടാൽ ഈ കുട്ടി പെട്ടെന്ന് വെട്ടിത്തിരിയും. കാരണം അവൻ ഉമ്മാടെ ഗർഭാശയത്തിൽ കിടന്ന് കേട്ടതാണ്. ആ കുട്ടി അത് വെട്ടിത്തിരിയും, അത് അവൻ അവസാനം വരെ മറക്കൂല. അതുകൊണ്ടാണ് പണ്ടുള്ള ഉമ്മൂമ്മമാര് പറയുന്നത്, ഈ ഗർഭിണികളായ സ്ത്രീകള് നല്ല സ്ഥലത്തല്ലാതെ വേറെ സ്ഥലത്ത് പോകരുതെന്ന്. വിലക്കൂല്ലേ ഉമ്മമാര്? പഴയ ഉമ്മമാര് വിലക്കും. ഇപ്പം വിലക്ക ഉമ്മൂമ്മമാരും ഇല്ല. പണ്ടൊക്കെ പഴയ ഉമ്മൂമ്മമാരെങ്കിലും പറയും, മക്കളെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ. ഇപ്പൊ ഉമ്മൂമ്മമാരും ഇല്ല. ഉമ്മൂമ്മമാരും വയസ്സ് 98 കഴിഞ്ഞ് 2 CC കൂടെ അടയ്ക്കാനുള്ളൂ. എന്നാലും റിമോട്ടുമായിട്ട് ഉമ്മൂമ്മ ഉണ്ടായിരുന്നു ഫ്രണ്ട്. ആദ്യം എന്ത് കേൾക്കുന്നോ അതൊരു കുട്ടിയുടെ മനസ്സിൽ കിടക്കും. ഇത് ഞാൻ പറയാൻ കാരണം ഇവിടെ താഴേക്ക് വരട്ടെ, ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ പറയാം.
ആ കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ തന്നെ കിടക്കും. അതുകൊണ്ടാണ് നമ്മുടെ പഴയ ഉമ്മമാരൊക്കെ കുട്ടികളെ തൊട്ടിലിട്ട് പാരാട്ടുമ്പോൾ അവർ പാടാറുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലഫൽ അലിഫു നിളാമ മദ്ഹിയ ഇലൽ ആലിയാൽ അവല സുതൂരി ബിസ്മില്ലാഹി ബദൽ ഖാലിഖ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പണ്ടൊക്കെ ഉമ്മമാര് പാടുമ്പോ ഇത് പാടി ഉറക്കും. കാരണം കുട്ടികൾ ആ സംസ്കാരം കേട്ടാണ് വളരുന്നത്. ഇന്ന് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾ കേൾക്കുന്നത് എന്താ? അന്ന് നമ്മുടെ കുട്ടികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ട് വളർന്നു. ഇന്ന് നമ്മുടെ കുട്ടികൾ അതേ കുട്ടികൾ കട്ടിലേ കിടന്ന് ആടുമ്പോ കേൾക്കുന്ന എന്താ? ഞാൻ കെട്ടിയ പെണ്ണിന് ഇത്തിരി ചന്തം കുറവാണ്, ഞാനെത്തും മണിയറയിൽ നേരത്തെ അവളെത്തും, കവളത്തൊരു മുത്തം തന്നോണ്ട് അവൾ ഇരിക്കും. നമ്മുടെ കുട്ടികൾ കേട്ട് വളരുന്നതാണ്. നമ്മുടെ കുട്ടികൾ നമ്മുടെ ഇടയിൽ കേട്ട് വരുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്, ഇതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കുട്ടികൾ വളരുന്ന സാഹചര്യം. അതൊരുക്കേണ്ടതാരാണ്? മാതാപിതാക്കളാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കണം, ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കണം. അതിനുശേഷം ആ കുഞ്ഞിന് നിങ്ങൾ സുന്ദരമായൊരു പേരിട്ട് കൊടുക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, കേട്ടുകൊള്ളുക, ഹഖുൽ വാലിദി അലൽ ഹഖുൽ വലദി അലൽ വാലിദി അൻ യുഹ്സിന ഇസ്മഹു ഇദാ വലദാ വഅൻ യുഅല്ലിമഹു ഇദാ അകലാ വഅൻ യുസവ്വിദഹു ഇദാ അദ്റകാ. മാതാപിതാക്കൾക്ക് മക്കളോട് 3 കടമയുണ്ട്. അതിലൊന്നാമത്തെ കടമ അൻ യുഹ്സിന ഇസ്മഹു ഇദാ വലദാ. അവൻ ജനിച്ചാലുടനെ അവനൊരു നല്ല പേരിട്ട് കൊടുക്കണേ. ജനിച്ചാലുടനെ നല്ല പേരിട്ട് കൊടുക്കണം. പേരിലും കഥയുണ്ട്. ചില ആളുകൾ പറയും പേരിൽ വലിയ കാര്യമില്ല. പേരിലും കാര്യമുണ്ട്. ഉമർ അള്ളാന്റെ അടുക്കൽ ഒരാൾ വന്നു, എന്താ പേര്? എന്റെ പേര് ശിഹാബ്, തീക്കൊള്ളി. ശിഹാബിന്റെ അർത്ഥം എന്താ? തീക്കൊള്ളി. ഇവിടെ ആരെയും ശിഹാബ് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാല്ലേ. ശിഹാബുദ്ദീൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ശിഹാബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തീക്കൊള്ളി എന്നാണ്. ഓഹോ, നിന്റെ വാപ്പാന്റെ പേരെന്താ? അബ്ദുന്നാർ, തീയുടെ അടിമ. കൊള്ളാം. നിന്റെ വീട്ടുപേരെന്താ? ബൈത്തുന്നാർ, തീയുടെ വീട്. കൊള്ളാം. ഉമർ അള്ളാനോട് നിന്റെ ജീവിതം അങ്ങനെ തന്നെ ആവുള്ളൂ. ചരിത്രത്തിൽ കാണാം, ആ കുടുംബം മരണപ്പെട്ടത് വീടിന് തീ പിടിച്ചിട്ടാണ്. അതുകൊണ്ട് പേരിലും കഥയുണ്ട്. അതുകൊണ്ട് നല്ല പേരിടണം. ഒരു കുട്ടിയുടെ പേര് ഞാൻ ചോദിച്ചു, വാപ്പാട് എന്താ പേര്? അബു. അത്ര ഉള്ള വെറും അബു. അത് ഉസ്താദ് ഇപ്പൊ ഇവന് 3 വയസ്സായതേ ഉള്ളൂ. ഒരു 10 വയസ്സ് കഴിഞ്ഞിട്ട് ഇവൻ നേരെ ചൊവ്വേ നടക്കുകയാണ്, ഒരു വാക്കം കൂടെ കൂട്ടി അബൂ ബക്കർ എന്നിടാം. ഇവൻ തലതിരിഞ്ഞ് പോവുകയാണെ ഒരു വാക്കം കൂടെ കൂട്ടി അബൂ ജഹൽ എന്നിടാം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം മൗക്കൂഫായിട്ട് അബൂ എന്നിട്ടിരിക്കുക. നന്നായിട്ട് വന്ന അബൂബക്കർ, തലയിരിഞ്ഞ് പോയ അബൂ ജഹൽ. അതുകൊണ്ട് പേരിലും കാര്യമുണ്ട്. പാപ്പാടെ ഉമ്മാടേയും പേരിന്റെ ആദ്യത്തെ അക്ഷരം കൂട്ടിയിട്ട് പേരിട്ടാൽ കുഴപ്പമുണ്ടാവും. ബാസത്തിനും അസൂറാക്കും കൂടെ ഒരു മോനുണ്ടായി. ബാസത്തിന്റെ ബായും അസൂറാടെ സൂറും കൂടെ കൂട്ടിയിട്ട് മോന് പേരിട്ടു ബാസൂർ. എങ്ങനെയുണ്ട്? ബാസൂർ നല്ല പേരാണ് അല്ലേ? അർത്ഥം എന്തുവാ ബാസൂറിന്റെ? മൂലക്കുരു. പൈൽസ്. പൈൽസ് മദ്രസയെ കൊണ്ടേ ചേർത്തപ്പോ ഉസ്താദ് മുഹമ്മദും കൂടെ ചേർത്തി മുഹമ്മദ് ബാസൂറായി. സ്തുതിക്കപ്പെട്ട മൂലക്കുരു. അതുകൊണ്ട് പേരിടുമ്പോൾ ആ പേര് നന്നാക്കണം. ഇതൊന്നും ചെറിയ വിഷയങ്ങളാണ്. എനിക്ക് വലിയ 1-2 വിഷയങ്ങൾ പറയാനുണ്ട്. ഖുർആൻ നല്ല പേരിട്ട് കൊടുക്കണം. രണ്ടാമത്തെ കടമ ഏതാ? ആദ്യം പേരിട്ട് കൊടുക്കണം. ഇനി ആരുടെ പേരാ സ്വീകരിക്കേണ്ടത്? ഉമ്മയാണോ പേരിടേണ്ടത്, ഉപ്പയാണോ പേരിടേണ്ടത്? ആര് പേരിടണം? ഉമ്മ പേരിടണോ, ഉപ്പ പേരിടണോ? നിങ്ങളെന്താ ഒന്നും മിണ്ടാ ഇങ്ങനെ ഇരിക്കുന്നത്? ഉമ്മയാ? നിങ്ങൾ പുരുഷന്മാരല്ല, നിങ്ങൾ വാപ്പാന്നേ പറയുള്ളൂ. സഹോദരന്മാരെ, ഉമ്മയുടെ പേരാണ് സ്വീകരിക്കേണ്ടത്. ഞാൻ നിങ്ങളുടെ കൂടെയാണ്. ഉമ്മയ്ക്കാണ് പേരിടാൻ. 2 പേരും തമ്മിൽ പേര് പറഞ്ഞു. നല്ല പേര് ഉമ്മ പറഞ്ഞ പേരാണെങ്കിൽ ഉമ്മയുടെ പേരിനെ മുൻപിക്കണം. കാരണം അല്ലാഹുവിന്റെ ഖുർആനാണ് തെളിവ്. ഹന്ന ബീവിക്കൊരു മകളുണ്ടായപ്പോ ഹന്ന പറഞ്ഞതെന്താണ്? ഈ കുഞ്ഞിനെ ഞാൻ മറിയമെന്ന് പേരിടുകയാണ്. ഹന്നാ ബീവിയാണ് മകൾക്ക് പേരിട്ട് കൊടുത്തതെന്ന് ഖുർആൻ പറയുമ്പോ ഉമ്മയാണ് മകൾക്ക് പേര് ചൊല്ലി വിളിക്കേണ്ടതെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ.
അന്നാബി പറഞ്ഞു ഇനി സമ്മയിത്തുഹാ മറിയമ, ഞാൻ ഇവൾക്ക് മറിയം എന്ന് പേരിടുകയാണ്, അതുകൊണ്ട് ഉമ്മയാണ് പേരിടേണ്ടത്. അങ്ങനെ പേരിട്ട് കഴിഞ്ഞ് അടുത്ത കടമ എന്താ? ഇതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പേരിട്ടു. രണ്ടാമത്തെ കടമ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു അയ്യുഅല്ലിമഹു ഇദാ അകലാ വയുഅല്ലിമഹു ഇദാ അകലാ. അവന് ബുദ്ധിയായി കഴിഞ്ഞാൽ അവനെ നീ അള്ളാഹിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണേ, അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ചു കൊടുക്കണേ. അള്ളാഹുവിന്റെ വിശുദ്ധനായ പ്രവാചകൻ പറയുമ്പോ പ്രായപൂർത്തി എത്തുമ്പോ, സഹോദരങ്ങളെ, പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പേ മക്കളുടെ കാര്യത്തിൽ ഓരോ മാതാപിതാക്കൾ ശ്രദ്ധിക്കണേ. ഖുർആൻ പറയുകയാ, അള്ളാന്റെ ഖുർആൻ പറയുന്നത് കേൾക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ ലയസ്തഅദിനുകുമുല്ലദീന മലകത് അയ്മാനുകും വല്ലദീന ലം യബ്ലുഗുൽ ഹുൽമ മിൻകും സലാസ മർറാത്ത്. 3 നേരങ്ങളിൽ ഓരോ മാതാപിതാക്കളും മക്കളെ വളർത്തുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളുക. 3 നേരങ്ങളിൽ അനുവനാട് നിങ്ങളുടെ പ്രായപൂർത്തി എത്താത്ത മക്കൾ, നിങ്ങളുടെ പ്രായപൂർത്തി എത്താത്ത മക്കൾ 3 നേരങ്ങളിൽ മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ അവര് കിടക്കുന്ന കിടപ്പറയിലോട്ട് കയറി വരാൻ പാടുള്ളതല്ല. അള്ളാഹു പറയാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 3 നേരങ്ങളിൽ മാതാപിതാക്കൾ കിടന്നുറങ്ങുന്ന കിടപ്പറകളിലേക്ക് അവരുടെ മക്കൾ അനുവാദമില്ലാതെ കടന്നു വരുന്നതിന് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, അല്ലാഹു പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ എങ്ങനെയാ കേൾക്കുന്ന വാർത്തകൾ വെച്ചനുസരിക്കാതിരിക്കുന്നത്? എങ്ങനെയാ? 3 നേരങ്ങളിൽ മാതാപിതാക്കൾ കടന്നിറങ്ങുന്ന കടപ്പറയിലേക്ക് അവരുടെ മക്കൾ അനുവാദമില്ലാതെ കടന്നു വന്നുകൂടാ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പ്രത്യേകം ശ്രദ്ധിച്ചോളി. വഴിതെറ്റുന്ന കൗമാരം ഞാൻ പറയാൻ പോവാ. എങ്ങനെ നിങ്ങൾക്ക് അത്ഭുതം തോന്നാ? 3 സമയങ്ങളിൽ വാപ്പയും ഉമ്മയും കടന്നുറങ്ങുമ്പോ നിങ്ങളുടെ പ്രായപൂർത്തി എത്താത്ത മക്കൾ, 12, 11, 10, 6, 7 വയസ്സുള്ള കൊച്ചുമക്കളില്ലേ, ആ കൊച്ചുമക്കൾ 3 സമയങ്ങളിൽ അനുവാദമില്ലാതെ നിങ്ങളുടെ കടപ്പറയിലോട്ട് കടന്നു വരാൻ പാടില്ല. എപ്പോൾ? ഒന്നാമത്തെ സമയത്താ കേട്ടിട്ടില്ലേ? ഇത് ഖുർആനാണ്, സൂറത്തുൻ നൂർ. ഖുർആൻ, സൂറത്തുൻ നൂർ. ഖുർആൻ പറയാത്ത എന്താ ഉള്ളത്? ഇൻഷാ അല്ലാഹ് നമ്മുടെ 3 ദിവസത്തെ വിഷയവും ഖുർആനാണ്. ഇന്ന് ഖുർആനിലെ കൗമാരം, ഖുർആനിലെ സ്ത്രീ, ഖുർആനിലെ രാത്രി, 3 നമുക്ക് പറയണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 നേരങ്ങളിൽ പാടില്ല. ഒന്നാമത്തെ സമയം ഖുർആൻ പറയുകയാണ്, മിൻ ഖബിലി സ്വലാത്തിൽ ഫജ്ർ, സുബഹിന്റെ ബാങ്ക് കേൾക്കുന്ന സമയം, സുബഹിന്റെ ബാങ്ക് കേൾക്കുന്ന സമയം. മിൻ ഖബിലി സ്വലാത്തിൽ ഫജ്ർ, പള്ളിയിൽ നിന്ന് സുബഹിയുടെ ബാങ്ക് കേൾക്കുമ്പോ ആ സമയത്ത് വാപ്പയും ഉമ്മയും അവരുടെ ബെഡ്റൂമിൽ ഉറക്കമാണ്. അവർ രണ്ടുപേരും കിടന്നുറങ്ങുമ്പോ വല്ലാത്ത ഉറക്കത്തിൽ കിടക്കുമ്പോ അതാ പള്ളിയിൽ നിന്ന് സുബഹിന്റെ ബാങ്ക് കേൾക്കുന്നു. മാതാപിതാക്കൾ അത് കേട്ടിട്ട് നമ്മൾ ചാടി എഴുന്നേൽക്കുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ആ സമയത്ത് നിങ്ങളുടെ വസ്ത്രാഞ്ചലങ്ങൾ എവിടെയൊക്കെ മാറി നിൽക്കുന്നു എന്നറിയില്ല, നല്ല ഉറക്കത്തിലാണ്. ആ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുമ്പോ എവിടെയൊക്കെയാണ് മാതാപിതാക്കളുടെ വസ്ത്രം മാറിയിരിക്കുന്നതെന്നറിയില്ല. ആ സമയത്ത് നിങ്ങളുടെ പ്രായപൂർത്തി എത്താത്ത മക്കള് അവിടെ ഉണ്ടാവാതിരിക്കട്ടെ, അവര് കാണേണ്ടതാത്തതൊന്നും കാണാതിരിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാ പറയുന്ന എല്ലാവരെയും സൃഷ്ടിച്ച മനസ്സുകളുടെ വികാരങ്ങളും വിചാരങ്ങളും അറിയുന്ന അല്ലാഹ് പറയുകയാണ്, ബാങ്ക് വിളിക്കുന്ന സമയം നമ്മൾ നല്ല ഉറക്കമാണ്. ആ ഉറക്കത്തിന് നല്ല ഉറക്കത്തിൽ കിടക്കുന്ന സമയത്താണ് സുബഹി ബാങ്ക് വിളിക്കണം, ഇല്ലേ? ഉറക്കം വരുമ്പോ തന്നെ ഒരു 10-12 മണിയാകും. കാരണം ഭയങ്കര ബേജാറാണ്, വിഷമം കാരണം ഉറക്കം വരൂല. കിടന്നു പടച്ചോനെ അല്ലാഹു എന്ത് ചെയ്യും? നാളെ രാവിലെയാണ് നറുക്കെടുപ്പ്, കേരള സംസ്ഥാന ഭാഗ്യം. 3 പോക്കറ്റ് ഇരിപ്പുണ്ട്, അടിക്കുവോ അടിക്കാതിരിക്കുവോ? ആ ബേജാറിൽ കിടന്ന് 1-1.5 മണി ആ ഉറക്കം വരുമ്പോ ആ ഉറക്കത്തിന്റെ ഇടയിൽ നല്ല ഉറക്കത്തിലിരിക്കുന്ന സമയത്താണ് സുബഹിന്റെ ബാങ്ക് വിളിക്കുന്നത്, അല്ലേ? ആ ബാങ്ക് വിളിച്ചിട്ട് നമ്മൾ ചാടി എഴുന്നേൽക്കുമ്പോ സ്വാഭാവികമായിട്ടും കിടന്നുറങ്ങുന്നവരുടെ വസ്ത്രങ്ങൾ മാറിയിരിക്കും. അള്ളാഹു പറഞ്ഞ ഒന്നാമത്തെ സമയത്താണ്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും, എന്റെ സഹോദര സമുദായത്തിൽപ്പെട്ട അംഗങ്ങളാണെങ്കിലും, ഇത് യാ അയ്യുഹല്ലദീന ഒരു ലോകർക്കുള്ള സന്ദേശമാണ്. എല്ലാവരുടെയും മക്കളെ വളർത്തുക, മുസ്ലിമിന്റെ മാത്രം മക്കളെ വളർത്തേണ്ട സന്ദേശമല്ല.
ഖുർആൻ ലോകത്തിന് മുഴുവനും സർവ്വ മനുഷ്യരെയും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാമെന്ന ഖുർആനാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര സമുദായ അംഗങ്ങളാണെങ്കിൽ പള്ളിയിൽ ബാങ്ക് കേൾക്കുന്ന സമയത്ത് അമ്പലത്തിൽ സുപ്രഭാതം കേൾക്കൂലേ? അമ്പലമില്ല ഇവിടെ ഉണ്ട്. പള്ളിയിൽ ബാങ്ക് കേൾക്കണ അതേ സമയത്ത് നിങ്ങൾ സുപ്രഭാതം കേട്ടെഴുന്നേൽക്കുമ്പോ കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാതുലം കർത്തവ്യം ദൈവമാന്തിതം ഉത്തിഷ്ഠോദിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം ഗുരു കമലാകുത തിന്ദിന കുങ്കുമതോ നിയതാതുനി താതുല നീലധനോ. രാവിലെ സുപ്രഭാതം കേട്ട് ഉറക്കമെഴുന്നേൽക്കുമ്പോ അതേ സമയത്ത് മുസ്ലിം സഹോദരങ്ങൾ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹിന്റെ ബാങ്ക് കേട്ടിട്ടെഴുന്നേൽക്കുമ്പോ ആ സമയത്ത് എന്റെ സഹോദരങ്ങള് ആ സമയത്ത് നിങ്ങളുടെ വസ്ത്രാഞ്ചലങ്ങൾ മാറിക്കിടന്നേക്കാം. അതുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ പ്രായപൂർത്തി എത്താത്ത മക്കൾ ആ സമയത്ത് അരുതാത്തതെന്ന് കുഞ്ഞുമക്കള് കാണാതിരിക്കട്ടെ. രണ്ടാമത്തെ സമയം വഹീന തലഊന തിയാബകും മിനൽ ലഹീറ വഹീന തലഊന തിയാബകും മിനൽ ലഹീറ. നട്ടുച്ച നേരത്ത് വിശ്രമത്തിന് വേണ്ടി നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയം. പുത്രരെ സ്നേഹിക്കുന്നവർക്ക് പുത്രൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സംസ്കൃത വാക്കാണ്, മലയാളമല്ല. പുത് എന്ന് പറയുന്ന നരകത്തിൽ നിന്ന് മാതാപിതാക്കളെ ത്രാണി ചെയ്യിക്കുന്നവനാണ് പുത്രൻ. പുത് എന്ന നരകം, അതിൽ നിന്ന് മാതാപിതാക്കളെ കൈപിടിച്ച് മോചിപ്പിക്കുന്ന ത്രാണി ചെയ്യുന്നവനാണ് പുത്രൻ എന്നാണ് ഭഗവത്ഗീത. നമ്മൾ പറയുന്നു നാളെ പരലോകത്ത് നമ്മുടെ മക്കളുടെ കൈ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകണം. പുത്രൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ നരകത്തിൽ നിന്ന് മാതാപിതാക്കളുടെ കൈ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മകൻ എന്നാണ് അസുരപുരാണ പ്രകാരം. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാവിലെ സുപ്രഭാതം കേൾക്കുമ്പോൾ ആയിക്കോട്ടെ, രണ്ട് ശാന്തിയുടെ മന്ത്രമാണല്ലോ അല്ലെ? അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ നിത്യോമാ അമൃതം ഗമയ ഓം ശാന്തി ഓം ശാന്തി. അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ. തമസ് പോയി ജ്യോതിസ് വരട്ടെ, അന്ധകാരം പോയി വെളിച്ചം വരട്ടെ. തമസോമാ ജ്യോതിർഗമയ, അന്ധകാരം മാറി വെളിച്ചം വരട്ടെ. ഖുർആൻ പറയുന്നു യുഖ്രിജകും മിനൽ ളുലുമാതി ഇലന്നൂർ. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ് ഈ ഗ്രന്ഥം വെളിച്ചം വീശുക. എന്തോന്ന്? അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ് ഈ വെളിച്ചം. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര സമുദായങ്ങളോട്, സഹോദരങ്ങളെ ഞാൻ ചോദിക്കുകയാണ്, രണ്ടാമത്തെ നേരം നട്ടുച്ച നേരത്ത് വിശ്രമിക്കാൻ വേണ്ടി ഞങ്ങൾ വസ്ത്രങ്ങൾ ഉരി മാറ്റുന്ന സമയം. അതായത് ഇപ്പൊ തന്നെ ആ സമയം, നല്ല നട്ടുച്ച നേരം. നമ്മള് മഞ്ഞമലയെന്ന് നേരെ നടന്ന് ഇവിടെ എത്തി. എന്തുവാ, കണ്ടുകുളത്തെത്തി. കണ്ടുകുളല്ലേ? കണ്ടുകുഴി. ഓ, എന്തേലും ആട്ടെ, ഞാൻ പറയണില്ല. പിന്നെ പണ്ടൊരു സംസ്ഥാനത്തിൽ പോയി അച്ഛന്റെ പേര് പറഞ്ഞാൽ പെട്ടുപോയി. ഒരു മതസൗഹാർദ്ദ സമ്മേളനത്തിന് പോയതാ. സ്വാമിയുടെ പേരൊക്കെ ഞാൻ പറഞ്ഞു പറ്റും, പക്ഷെ അച്ഛന്റെ പേര് ഫാദർ ജോസഫ് മുണ്ടുനടയിൽ എന്നായിരുന്നു. ഫാദർ ജോസഫ് മുണ്ടുനടയിൽ. സംഘാടകര് സ്വാഗതം വന്നപ്പോൾ മാറിപ്പോയി, ഫാദർ ജോസഫ് മുണ്ടിനടിയിലായി. മുണ്ടുനടയിൽ നിന്നാണ് അത് വായിക്കാൻ വേണ്ടി ഇച്ചിരി പാടുപെട്ടു. അപ്പൊ എന്ന് പറഞ്ഞ മാതിരി കണ്ടു കുഴി എങ്കിൽ കുഴി കിടക്കട്ട്. അപ്പൊ ഈ കുഴി നോക്കാൻ നമുക്കൊന്ന് കേറണ്ടേ? നിങ്ങൾ നട്ടുച്ച നേരത്ത് മഞ്ഞമലയിൽ പോയിട്ട് നടന്ന് വീട്ടിൽ വന്നു. വല്ലാത്ത വേർപ്പിൽ മുങ്ങി കുളിച്ചിരിക്കുന്ന സമയമാണ്. ഭയങ്കര ചൂട്. നേരെ വീട്ടിൽ കയറുമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നേരെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ആ ഷർട്ട് ഊരി ഹാങ്കർ ഇടും അല്ലേ? പാന്റാണ് ഇട്ടേക്കണേ, പാന്റ്. ഇപ്പോഴത്തെ പിള്ളേരെ പാന്റ് വിട്ട് നോക്കി എണ്ണ തേച്ചാൽ ഊരാൻ പറ്റൂ, അല്ലെ വല്ല ഗ്രീസ് വിട്ട് കൊടുക്കണം. അത്രയ്ക്ക് ടൈറ്റാണ്. ഇതെങ്ങനെ കയറ്റിയിടണമെന്നാ എനിക്കറിയാൻ പാടില്ലാത്ത. ഈ ഞണ്ട് ഇറുക്കി പിടിച്ച് കിടക്കണമാതിരി തൊടയിൽ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക്കിന്റെ സഞ്ചി വെച്ചമാതിരി ഇതെങ്ങനെ ഇടുന്നത്? എനിക്ക് വേണമെങ്കിൽ പ്ലംബർമാർ ചെയ്യണമാതിരി PVC പൈപ്പ് ചൂടാക്കിയിട്ട് കയറ്റൂല കയറിയില്ലെങ്കിൽ. അതുമാതിരി ഇതിട്ടാൻ നേരത്ത് വിളക്കിന്റെ അവിടെ കൊണ്ട് വെച്ച് ചൂടാക്കി വലിച്ചൊക്കെ കയറ്റാൻ പറ്റുള്ളൂ. അല്ലെ രണ്ടുപേര് താഴെ ഇങ്ങനെ രണ്ട് സൈഡും വലിച്ചു പിടിച്ചുകൊണ്ടിരിക്കണ പോലെ തെങ്ങിന്റെ മുകളിലും കയറിയിട്ട് ചാടി ഇറങ്ങണം. അല്ലാതെ ഇത് കയറി പോവില്ല. ഇപ്പൊ അതെല്ലാം മാറി പെണ്ണുങ്ങൾക്ക് കുറെ ചുരിദാറും ഇപ്പൊ അങ്ങനെ ഇറങ്ങി. ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ചുരിദാർ ഇറങ്ങിയിട്ടില്ല, PVC പൈപ്പ് കാലിട്ട മാതിരി. എന്റെ പൊന്നു സൗകര്യമാരെ തനിച്ച ഹറാമാണത്.
ഇപ്പൊ ഇത്രയും നാളും പാട്യാലയായിരുന്നു. അത് താഴെ ഞണ്ട് പിടിച്ച് കിടക്കണമാതിരി കിടക്കും, ഇപ്പുറം മുഴുവനും കാലിന്റെ ഭാഗമൊക്കെ മദ്ദളം കിടക്കണമാതിരി കിടക്കും. അതൊരു ഇച്ചിരി പൊത്തുവരുത്തുണ്ടായിരുന്നു. ഇപ്പൊ അത് ഇറങ്ങിയിട്ട് അവസാനം PVC പൈപ്പിൽ കാലിട്ട മാതിരി ഒരു സാധനം. തനിച്ച ഹറാമാണ്, തനിച്ച ഹറാം. വസ്ത്രം കാലും മറഞ്ഞു എന്ന് നോക്കണ്ട, ശരീരത്തിന്റെ അങ്കലാവിനും വെളിയിൽ കാണുന്ന മുഴുവൻ ഹറാമാണ്. ഇൻഷാ അല്ലാഹ് ഖുർആനിൽ സ്ത്രീ പറയുമ്പോ പറയാം. ആ സമയത്ത് നമ്മൾ വസ്ത്രം ഊരി മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യും? ചൂട് കാരണത്താൽ ഇപ്പൊ ഒക്കെ വീട്ടിൽ കിടക്കാൻ പറ്റുമോ? ഒരു കയ്യിൽ എടുത്തു കൊടുക്കും. തമിഴന്റെ ആണ് 2.20 ഉണ്ട്, മലയാളിയുടെ കയ്യിലാണ് 2 മീറ്റർ കാണും. അതെടുത്ത് ഉടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി കുടവയറും കൂടെ ഉണ്ടെങ്കിൽ ഒരിടത്തും എത്തൂല. ഒരിത്തിരി കുടവയറും ചില ആളുകളില്ല, അള്ളാഹു പറഞ്ഞ് ഇങ്ങനെ കൈയ്യട്ടണ. അപ്പൊ അങ്ങനെ വയ്ക്കുമ്പോ ഇതങ്ങ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എത്തൂല. നമ്മൾ അങ്ങനെ ഇരുന്നിട്ട് നേരെ എന്ത് ചെയ്യും? സ്വാഭാവികമായി തണുപ്പ് കിട്ടാൻ വേണ്ടി ആ ടൈൽസിന്റെ മുകളിലോട്ട് വെറുതെ അങ്ങ് നീണ്ടു മലർന്നങ്ങ് കിടക്കും. ഫാൻ മുകളിൽ കറങ്ങുകയും ചെയ്യും. നമ്മളിങ്ങനെ മലർന്ന് അവിടെ കിടക്കും, വാപ്പയും ഉമ്മേനും കൂടെ. ഈ സമയത്ത് മക്കളെങ്ങാനും വാതിൽ തുറന്ന് നേരെ വന്ന് കിടന്ന, പടച്ചവന് ഇതെന്തായി കാണണത്? അള്ളാഹുവേ ഇതെന്താ ഇത്? വെഞ്ഞാറമൂട് താലൂക്ക് ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടത്തിന് മയ്യത്തിട്ട മാതിരി